മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ ഹോം മിനിസ്റ്റർ. ഈ പോലീസ് ഭാഷ മാറ്റി വെച്ചിട്ട് എന്നെ പഴയ പോലെ ആശീർവദിച്ചാ മതി. നിന്റെ ഈ പുഞ്ചിരി മായാതെ സൗന്ദര്യം ഒട്ടും കുറയാതെ ദീർഘ സുമംഗലിയായിരിക്കട്ടെ. ആ അന്ന് മഹാലക്ഷ്മിയെ ശ്രീവിഷ്ണു അനുഗ്രഹിച്ച പോലെയാണല്ലോ. ശ്രീമതിയുടെ പിറന്നാളല്ലേ ഇന്ന്, അതുകൊണ്ട് ഒരു വെറൈറ്റി ആട്ടെ എന്ന് കരുതി. എവിടെ നമ്മുടെ മോനെവിടെ? അങ്കിൾ, ബോസ് ഇവിടെ ഉണ്ടോ? അകത്തുണ്ട് മോനെ. എടാ ബോസ്, നിന്റെ ഫ്രണ്ട് വിളിക്കുന്നു. ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടടാ. അത് നിന്റെ ഇഷ്ടം പോലെ. വൈകിട്ട് നേരത്തെ വീട്ടിൽ വരാൻ മറക്കണ്ട. എന്നത്തെയും പോലെ ലേറ്റ് ആകരുത്. ഭക്ഷണം ഇവിടെ ഒന്ന് കഴിച്ചാ മതി. ഓക്കേ മാഡം. ഹാപ്പി ബർത്ത്ഡേ മമ്മി. എടാ, ഇതുവരെ നീ എവിടെയായിരുന്നു? അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാ. കണ്ടല്ലോ അവന്റെ സ്നേഹം. വലിയ സമ്മാനമാണല്ലോ. ഗിഫ്റ്റ് ചെറുതായാലും എന്താ, അതെനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാ. നിന്റെ അച്ഛന് തോന്നാഞ്ഞത് എന്റെ മോൻ ചെയ്തല്ലോ. അമ്മേ, അതിൽ കൂടി ഇങ്ങോട്ട് നോക്കിയേ. പച്ച കുത്തിട്ട് വന്നിരിക്കണോ മോനെ? നിനക്ക് വേദനിക്കുന്നില്ലേ? പച്ച കൊത്തിയത് അമ്മയുടെ പേരല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ വേദനിക്കാനാ? എക്സ്ക്യൂസ് മീ, ഇതെന്റെ സമ്മാനം. ഓഫീസർ, കോർട്ട് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയണോ? ഒരു തവണ അങ്ങോട്ട് നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇൻസ്പെക്ടർ? എന്നെ കോർട്ടിൽ കേസിൽ കൊണ്ടുപോണോ അതോ മോന്റെ പ്രാണം പോണോ? വേഗം പറ. ഓക്കെ, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. വിട്ടേക്കാം, ഞാൻ വിട്ടേക്കാം, ഇവനെ വിട്ടേക്കാം. എന്തിനവിടെ ഈ പിടിവാശി? അല്പം വൈകിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകന്റെ ജീവൻ പോയില്ലായിരുന്നോ? ഭയപ്പെട്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പക്ഷം പ്രതിദിനം ചെയ്യേണ്ടി വരും സാർ. നമ്മുടെ കൺമുമ്പിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കണം. അതല്ലാതെ ഭയം കൊണ്ട് തെറ്റ് ചെയ്യാൻ നമ്മൾ കാരണമാകരുത് സാർ. തെറ്റ് ചെയ്യുന്നതിന് ഭയം കാരണമല്ല സാർ, ആകസ്മികമാണ്. ഞങ്ങൾ എന്തിനാ പുറകോട്ട് പോണേ? നിങ്ങൾ പോ. എന്താടാ ഒച്ചത്തിലൊക്കെ പറയണേ? ഞാൻ ആരാന്ന് മനസ്സിലായ? ശങ്കർ ഫയൽവാന്റെ മാന. സാമർത്ഥ്യം കാണിച്ചാലേ കുത്തി കുടലെടുക്കും ഞാൻ. പോടാ. എടാ, അവൻ റൗഡിയുടെ മാനായതുകൊണ്ട് കത്തി കാണിച്ച്. നീ പോലീസിന്റെ മാനല്ലേ, നിനക്ക് കണ്ണെടുത്തൂടെ? ഗണ്ണു, വെറുതെ ഒന്ന് പേടിപ്പിക്കാനാടാ. ദിവസം അവനിങ്ങനെ പേടിപ്പിക്കാൻ വരുമ്പോ നമ്മൾ മാറിക്കൊടുത്തിട്ടുണ്ടല്ലോ, അവനിവിടുത്തെ രാജാവാകും. നമ്മൾ തോക്കാൻ പാടില്ലടാ. അതേടാ, അതേടാ. അങ്ങനെ തന്നെ ചെയ്യണം. അവനെ വിട്ടു. വേഗം ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോടാ. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യും ഞാൻ. സോറി ഡാഡി. എന്താ? എന്തിനാ? എന്തിനാ? അയ്യോ, അവനെങ്ങനെ അടിക്കല്ലേ? അവന് വേദനയില്ലേ? അയ്യോ, അവനെ അടിക്കല്ലേ? എന്ത് പണിയായി കാണിക്കുന്നേ? ആ കൊച്ചിനെ ഇങ്ങനെ അടിച്ചാലെങ്ങനെ? വേഗം തുറന്നു വിട്. നോ മീനാക്ഷി, നോ. അവൻ എന്തു പണിയാ ചെയ്തെന്നറിയാവോ? ഒരു പോലീസ് ഓഫീസർ ശിക്ഷിക്കുകയാണെങ്കിൽ അവൻ ജയിലിൽ പോകേണ്ടി വരും. എന്താ പറയുന്നത് നിങ്ങൾ? അതെ, അവൻ എന്താ ചെയ്തെന്ന് നീ കേൾക്കണം. എന്റെ റിവോൾവർ എടുത്തോണ്ട് പോയി അവൻ കൂട്ടുകാരെ വരട്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാതെ ഒരു ബുള്ളറ്റ് എങ്ങാനും തെറിച്ചിരുന്നെങ്കിൽ വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ്? മീനാക്ഷി, മീനാക്ഷി, അവൻ ബുള്ളറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് MD തോക്കുമായിട്ടാ പോയത്. കാര്യം അറിയാതെ ഞാൻ എൻ്റെ മോനെ ശിക്ഷിച്ചല്ലോ. എന്ത് അപരാധമാണ് ഞാൻ അവനോട് ചെയ്തത്?
സത്യം പറയാൻ സമയം തരാതെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ഇത് കണ്ടില്ലേ, ഞാനിനി എന്നെ വീട്ടിലേക്കില്ല. ഞാൻ എവിടെയെങ്കിലും പോവാ. ഇവിടെ ദ്രോണ എവിടെയെങ്കിലും കണ്ടോ? കാലത്ത് കടയിൽ വന്നിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. അയ്യോ, നമുക്ക് അവന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാലോ? അവൻ ഒരുപാട് കരഞ്ഞു. എങ്ങടാ പോണെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അവൻ കെണ്ണെടുത്ത് കാണിച്ച് പേടിപ്പിച്ച് നല്ലതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിൾ. അടികൊണ്ട് വേന സഹിക്കാതെയാ നാട് വിട്ട് ഓടിപ്പോയത്. മീനാക്ഷി, നോക്ക് സാർ, ശരീരത്തിന്റെ മുറിവ് നമുക്ക് ഉണക്കാം, പക്ഷേ മനസ്സിന്റെ മുറിവ് ഉണക്കാൻ അത്ര എളുപ്പമല്ല. അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരുടെ മകൻ മടങ്ങി വരണം. കൈവിട്ടു പോയവനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഓടിപ്പോയവനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും ഡോക്ടർ? ഞാൻ ആവേശപ്പെട്ടത് തെറ്റായിരിക്കാം. എന്നാ അവന്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തത്? ചെറുപ്രായത്തിൽ അർത്ഥമില്ലാത്ത ആവേശം കൊണ്ട് വഴക്കുണ്ടാക്കി അച്ഛനമ്മമാരെ ധിക്കരിച്ച് വീട് വിട്ട മകനേക്കാൾ എനിക്ക് മുഖ്യം എൻ്റെ ഭാര്യയാണ്. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം ഡോക്ടർ, പ്ലീസ്.
അല്ല കൊച്ചമ്മേ, പുറപ്പെട്ടു പോയ മകൻ എന്ന് തിരിച്ചു വരുമോ? അമ്മയുടെ മുഖത്ത് ഇനി എന്ത് സന്തോഷം കാണും. പിറന്നാള് ദിവസം വെറുതെ പാഴാക്കണ്ട. അമ്മയ്ക്ക് സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഏത് സ്വീറ്റ്സ് ഉണ്ടാക്കലും ഞാൻ കഴിക്കാൻ തയ്യാറാന്ന് നിനക്കറിയില്ലേ? പക്ഷെ അമ്മ കഴിക്കണ്ടേ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. അമ്മയെ കൊണ്ട് സ്വീറ്റ് കഴിപ്പിക്കാൻ പറ്റിയ ഒരാൾ എന്റെ അടുത്തുണ്ട്. ആരാ ആരാ? ആ, അടുത്ത വീട്ടിലെ. ആ പേപ്പർ മടക്കി വെച്ച് വേഗം റെഡിയാവ്. ഓഫീസിൽ പോകാൻ ടൈമായില്ലേ? അത് ശരിയാ. ആ, എവിടെ നമ്മുടെ മോള്? ഇന്ദുമോളെ, ഇന്ന് അമ്മയുടെ പിറന്നാളാ. എന്ത് മറന്നുപോയെന്ന് വിചാരിച്ചോ? ബുക്ക് റെഡി. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ആന്റി. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല മോളെ. ഏ എന്ത്? എന്തുകൊണ്ട്? ഞാൻ ദ്രോണയെ കിട്ടുന്ന ആന്റിക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? എനിക്കിനി എന്ത് സന്തോഷാ. പിന്നെ അത് തന്നെ. എന്തെങ്കിലും ഒരിക്കൽ ആന്റിയുടെ മകൻ തിരിച്ചു വരാതിരിക്കുവോ? അത് നടന്നാൽ എനിക്ക് എന്ത് സന്തോഷമായിരിക്കുന്നോ. അതുകൊണ്ടാ പറയുന്നത്. അത് സത്യമായാൽ നടത്തി തരില്ലേ ആന്റി? തീർച്ചയായും മോളെ. ഇന്ന് ആന്റിയുടെ പിറന്നാളല്ലേ? അതും ഇതും തമ്മിൽ എന്ത് ബന്ധാ? ബന്ധം എന്താണെന്നോ? നാളെ രാത്രി എന്റെ സ്വപ്നത്തിൽ ആന്റിയുടെ മോൻ വന്നിട്ട്, എന്താടി എന്റെ അമ്മയുടെ പിറന്നാൾ ദിനമായിട്ട് നീ എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാ? ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം മോളെ. അതിന്റെ ആവശ്യമില്ല. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞാലെന്താ? ഏ ദ്രോണ, ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ? ഗ്രീറ്റിംഗ്സ് പറഞ്ഞു, സ്വീറ്റ്സ് കൊടുത്തു, ബൊക്കെ കൊടുത്തു. ഒന്നും ചെയ്യാതിരിക്കുന്ന തന്നേക്കാൾ ബെറ്റർ അല്ലേ ഞാനെന്ന് എനിക്ക് ചോദിക്കണം. വേണ്ട, ഒന്നും വേണ്ട. എന്റെ മോനെ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. അവന് എന്നെ എന്ത് ഇഷ്ടമാണെന്നോ. മീനാക്ഷി, ഓ, ഇവിടെ നിപ്പുണ്ടായിരുന്നു ഈ സിംഹം. ഇന്ദു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും നീ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ മറന്നു പോയിട്ട് വേണ്ടേ അവളെ ഓർമ്മിപ്പിക്കാൻ? എന്തോ അവനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്റെ മനസ്സ് സന്തോഷിക്കുക. അതുതന്നെയാണ് പ്രശ്നം മീനാക്ഷി. കനവിലാണെങ്കിൽ കൂടി അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവനോടൊത്തുള്ള നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചതല്ലേ? വേദന വിളിച്ചു വരുത്തി ദുഃഖിക്കണോ? അതുകൊണ്ട് ദേവി ഇതവനെ മറന്നേക്ക്. ആന്റി മറക്കേണ്ട കാര്യം അങ്കിൾ പറഞ്ഞു. അങ്കിൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോ പറയാം. ഇന്ന് ആന്റിയുടെ ബർത്ത്ഡേയാ. ഓ, ഐ ആം സോറി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ. സർ, ഈ ഡയലോഗ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം ആന്റിയെ അമ്പലത്തിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. ഏയ്, ഞാനൊരു പോലീസ് ഓഫീസറാ. എന്നെ നീ മര്യാദ പഠിപ്പിക്കുന്നു. ചുട്ടാടി ഞാൻ തരും. ഭഗവാനെ, എന്നിൽ നിന്ന് അകറ്റിയ എന്റെ മകനെ എത്രയും വേഗം എന്നെ തിരിച്ചേൽപ്പിക്കണേ. മോനെ, എന്താ എന്ത് പറ്റി? മുറിവൊന്നുമില്ലല്ലോ. കണ്ണു കാണത്തില്ലേ? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യ. എന്ത് ഡ്രൈവിംഗാ? ലൈസൻസ് ഉണ്ടോ? പോലീസ് ഓഫീസറോട് ലൈസൻസ് ചോദിക്കുന്നോ? പോലീസാ? സാർ, തെറ്റു പറ്റി സാർ. ക്ഷമിക്കണം സാർ. സോറി സാർ, പ്ലീസ് സാർ. നീ റോഡ് നീളം ഓടുന്നുണ്ടല്ലോ, കള്ളത്തരം വല്ലതും കാണിച്ചോ? എന്റെ സാറേ, ഈ ഓടി പോകുന്നവരൊക്കെ കള്ളന്മാരോ ഓടിക്കുന്നവരൊക്കെ സത്യസന്ധന്മാരോ ആകണമെന്ന് നിർബന്ധമില്ല. ഓടി പോകുന്നവനെ പറ്റിയ പിടി ഓടി കൊടുക്കുന്നല്ലാതെ ഞാൻ പേടിച്ചോടുന്നവനൊന്നുമല്ല. എന്നെ ആരും ഓടിക്കുന്നുമില്ല, ഞാൻ കള്ളനുമല്ല. അങ്ങനെയാണെങ്കിൽ നീ കള്ളനെ ഓടിക്കുകയാണെന്ന് പറ. എനി ഡൗട്ട്? എവിടെ കള്ളൻ? ഞാൻ കാണുന്നില്ലല്ലോ. കാണാൻ വേണ്ടി കള്ളം നിന്ന് തരുമോ? അന്യായം നടന്ന പോലീസിനോട് പരാതി പറയാം. പോലീസ് തന്നെ അന്യായം കാണിച്ച ആരോടാ പരാതി പറയാ സാർ? എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ആർക്കാ സന്മനസ്സുണ്ടാകും? വിഷമിക്കണ്ട, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വാ, കാർ കയറ്. എന്താ മീനാക്ഷി ഇത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്?
നമ്മൾ കാരണമല്ലേ അവന് ആക്സിഡന്റ് സംഭവിച്ചത്. വാ നടക്ക്. ഒരു ഫ്രാക്ചർ ഇല്ല, ഒരു മുറിവില്ല, ഒരു ചതവില്ല, ഒരു കുന്തവും ഇല്ല. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് മാൻ. ഹോസ്പിറ്റലിൽ വരുന്നതിനാ ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ നോക്കണം സാർ, എന്തെങ്കിലും ഒരു പരിക്ക് കണ്ടുപിടിക്കുക. രോഗമില്ലാത്ത തനിക്കുണ്ടല്ലോ, രോഗമുണ്ടെന്ന് പറയാൻ എന്റെ തലയ്ക്ക് രോഗമില്ലടോ. എന്നാ നിങ്ങളിപ്പോ എനിക്ക് മനഃപൂർവ്വം പരിക്കുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ. ഒന്ന് പോടയർക്ക, നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു പോലീസ് ഓഫീസറാ. നീ പറയുന്ന പോലെ ചെയ്താ അയാളെന്റെ കുടല് പറിച്ച് സ്റ്റെതസ്കോപ്പ് ആക്കി കളയും. ഞാൻ പറയുന്ന പോലെ താൻ കേട്ടില്ലെങ്കിൽ അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും, അറിയാവോ? മോനെ എങ്ങനെയുണ്ട്? സാരമില്ല ആൻറ്റി, ഏതായാലും ഒരാഴ്ചത്തേക്ക് ഈ കൈ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിയെടുക്കാൻ പറ്റില്ല, പട്ടിണി തന്നെ. അതുപോട്ടെ, ഒരാഴ്ച ആഹാരം കഴിച്ചില്ലെന്നോർത്ത് ആരും ചത്തൊന്നും പോകില്ലല്ലോ. ഇപ്പൊ ആന്റി തന്നെ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി ഒരാഴ്ചത്തെ ഭക്ഷണം തന്നാ ഞാൻ കഴിക്കും. എനിക്കങ്ങനെ ഗമയൊന്നുമില്ല. ആന്റി ഇങ്ങോട്ട് പറയാതെ തന്നെ ഞാനത് സമ്മതിച്ചിരിക്കുക. ഓ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ആ കടം വീട്ടിയിരിക്കും, അതെനിക്ക് നിർബന്ധമാണ്. എന്റെ വീട്ടിലങ്ങ് കുടിയേറി പാർക്കാവെന്ന് കരുതിയല്ലേ? മാഡം കേട്ടോ കേട്ടോ മാഡം, ഈ പോലീസുകാരുടെ ചോദ്യം. ഒരു കാര്യം ചെയ്യാം, സാറ് പറയുന്ന പോലെ 2 ആഴ്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു 2 ആഴ്ചയും കൂടെ താമസിച്ച് എല്ലാ കടവും കൂടെ ഒരുമിച്ച് അങ്ങ് തീർക്കാം, പോരെ? എന്താടാ വീണ്ടും 2 ആഴ്ച കൂടെ ഓസിന് പാർക്കാവെന്ന് കരുതിയല്ലേ? നിങ്ങൾ നിർബന്ധിച്ച പിന്നെ ഞാനെന്താ ചെയ്യാ? ഞാൻ അകത്തോട്ട് പോവാ. ഇവൻ കൊള്ളാവല്ലോ. മെനി മെനി റിട്ടേൺസ് ഓഫ് ദിസ് ഹാപ്പിയസ്റ്റ് ഡേ. എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ. അപ്പോഴേ ആ പയ്യന് സുഖാവുന്നത് വരെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോട്ടെ. ആഹാ, വീട് സൂപ്പർ ആയിട്ട്. അയ്യോ, എന്ത് പറ്റി? വേദനിക്കുന്നോ? അപ്പോഴേ മാഡം പറഞ്ഞുകൊണ്ട് മാത്രമാ നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത്. കൈ ശരിയായാൽ ഉടൻ സ്ഥലം വിട്ടോണം. താങ്ക് യു സർ. അടിച്ച് നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. എന്തെങ്കിലും തരികിട കാണിച്ചാൽ. ഏ കുക്ക്, എന്താ അമ്മേ? ഇവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്ക. ആയിക്കോട്ടെ. കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും വിസലിനൊരു കുറവില്ല. ആ ബാബു, ബാബു ഇതാണ് നിന്റെ മുറി. ആ, അകത്ത് AC ഒക്കെ ഉണ്ടോ? ഇല്ല, ബുക്ക് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫാൻ എങ്കിലും ഉണ്ടോ? ഉണ്ട്, പക്ഷെ കറങ്ങൂല. അപ്പൊ ഇവിടെ മൃഗങ്ങളാണോ ഇത് താമസിക്കുന്നത്? ഇവിടുത്തെ വേസ്റ്റ് ഇടുന്ന മുറിയാ, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തന്നത്. പക്ഷെ നിങ്ങൾ വേസ്റ്റ് വാരേണ്ട ആവശ്യമൊന്നുമില്ല. ഗസ്റ്റ് ആണെന്നുള്ള റെസ്പെക്ട് പോലും ഇല്ല. ഛെ. എന്താ ബാബു നോക്കുന്ന? ഏതാ മഞ്ഞക്കിളി? പേര് ഇന്ദു. ഈ വീട്ടിലേക്ക് വരണ്ട കൊച്ച, മരുമകളായിട്ട്. അപ്പൊ മാഡത്തിന്റെ മകൻ ചെറുപ്പത്തിൽ ഓടിപ്പോയി. അതൊക്കെ പഴയ കഥ. ഇതൊക്കെ നിങ്ങൾ അറിയുന്ന എന്തിനാന്നേ? പിന്നെ എനിക്കറിയണ്ടേ. എന്റെ പേര് ചന്തു എന്നാണ് എത്ര തവണ പറഞ്ഞത്. ബാബു എന്ന് പറഞ്ഞിട്ട് അവളുടെ പേര് ഇന്ദുന്നല്ലേ? എങ്ങനെ ലവ് ചെയ്യുമ്പോ മാറ്റിയണ്ടേ? നിങ്ങളൊക്കെ ഇവളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? ഇവളോടൊന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞൂടെ? ഓ, ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഒന്ന് പോയേ. ശരിയല്ലേടി? ഞാൻ കല്യാണം കഴിക്കാടി, പക്ഷെ മനസ്സിന് പിടിച്ചൊരാളെ കിട്ടണ്ടേ. എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് തള്ളവരിൽ ചവിട്ടി, നെറ്റിയിൽ സിന്ദൂരം ചാർത്തി, തലകുനിച്ച് താലി കെട്ടി, എന്നിട്ട് രാജാവിനെ പോലെ കാലുമേൽ കാല് വെച്ച് എനിക്ക് സേവ ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെ ഒരാളെ എവിടെ ഉണ്ടാവാനാ? അന്തരിന്ദ്രിയങ്ങൾ നമ്മൾ സ്വരതന്ത്രിയാക്കി പാട്.
മാഡം മാഡം എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ, ഞാൻ എടുത്തോളാം. മേഹൂന. ഹലോ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. ഏയ് ആരാടാ നീ? ഞാൻ അങ്കിളാണെന്ന് വിചാരിച്ചോ? അങ്കിൾ അല്ല, പക്ഷെ വോയിസ് ആണ്. ആരാടാ നീ? നീ എന്തിനാ ഫോൺ എടുത്തേ? ഓ മിസ് മധ്യപ്രദേശ്, നീ ആരാണെന്ന് ഞാൻ എങ്ങനെ അറിയാം? തോന്നിയ ദിവസം പറഞ്ഞാണല്ലോ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഫോൺ വെച്ചിട്ട് പോടി പുല്ലേ. അവള് നമ്മളെ സ്വന്തം. അത് ഞാൻ എങ്ങനെ അറിയാനാ? അവളുണ്ടല്ലോ അടുത്ത വീട്ടിലെ പെണ്ണാ, പേരെന്തു. ഇന്ദുവോ? നിനക്ക് മുമ്പേ അറിയാമോ? ഇന്ദുവിനെ അറിയാം, നമ്മുടെ കുക്ക് പറഞ്ഞു. അവനെവിടെ? ഞാൻ അയാളെ മാർക്കറ്റിൽ അയച്ചിരിക്കുക ആന്റിക്ക് ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാൻ. ആട്ടിൻ സൂപ്പോ? എന്തിനാ? മേഡത്തിന്റെ മുട്ടുവേദന ഭേദമാകാൻ ആട്ടിൻ സൂപ്പ് നല്ലതാ. എന്റെ വേദനയെ പറ്റി നിനക്കെങ്ങനെ അറിയാം? മേഡത്തിന്റെ ചെറിയ വേദന പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൈ കൊണ്ട് വിളമ്പി തരുന്ന ആഹാരമല്ലേ ഞാൻ കഴിക്കുന്നത്. മേഡം എവിടെ ഇരുന്നുള്ളൂ, ഞാൻ ഇപ്പൊ സൂപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. എന്താ ബാബു? ബാബു അല്ല, ചന്തു. ചന്തു. ശരി, ചന്തു ബാബു. അടുക്കളയിലേക്ക് വരരുതെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ താനെന്തിനാ വന്ന്? ഞാനല്ലാതെ വേറെ ആരും വരരുതെന്നാ പറഞ്ഞത്. എങ്കിൽ ഇവരെന്തിനാ വന്ന്? അതോ ഷക്കു എന്റെ അസിസ്റ്റന്റാ, അതുകൊണ്ടാ വന്നത്. ഞാൻ നിങ്ങളുടെ ബോസ് ആയതുകൊണ്ടാ വന്നത്. അതേടോ, തന്നോട് സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ റെഡിയാക്കിയില്ലല്ലോ. മേഡം ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ പിടിച്ച് സൂപ്പാക്കി കളയും. എന്നെ സൂപ്പ് വെക്കണത് നിക്കട്ടെ, ഇപ്പൊ നിന്നെ ഇടിച്ച് സൂപ്പ് ആക്കണത് നിനക്ക് കാണണോ? അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ ഈ കയ്യിലുണ്ടായിരുന്ന കെട്ടെവിടെ പോയെന്ന് അടിക്കുന്നത്? നോക്കടോ, നോക്ക്, ഇത് കെട്ടല്ലേ നോക്ക്. ശരിയാ. ഇവന്റെ ഒക്കെ ഒരു സംശയം. വളരെ നന്നായിട്ടുണ്ട് മോനെ. താങ്ക് യു മാഡം. മാഡം മാഡം, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഭയങ്കര പറ്റിപ്പാ. എന്ത് പറ്റിയടാ? ഇവന്റെ വലത്തേ കയ്യിലുണ്ടായിരുന്ന കെട്ട് ഇപ്പൊ ഇടത്തെ കയ്യിൽ. അതെ നോക്കി നോക്കി. ഇത് കേട്ടോ കൺകേട്ടോ, ഇവൻ പുലിയേക്കാളും വലിയ പുലിയാന്നാ തോന്നുന്നത്. ഈ പയ്യൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, നിന്നെ അറിയാത്തത് കൊണ്ടാ. അവനോട് സോറി പറയാൻ പറ. സോറിയോ? പറഞ്ഞേരും മോനെ. മാഡം നിർബന്ധിച്ചാ ഞാൻ സോറി പറയാം. സോറി പറയാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സോറി പറഞ്ഞാൽ നിനക്കൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല. എങ്കിലും മാഡം പറഞ്ഞത് കാരണം സോറി. നിന്നെ ഞാൻ. എടോ കുറുക്ക, ഈ കാന്താരിക്ക് ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് കുറച്ച് കൊടുക്കാം. സൂപ്പോ? ആ, നീ ഉണ്ടാക്കിയതാ? ആ. അത് പട്ടി പോലും കഴിക്കില്ല. എടോ, പട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയാ, കൊടുക്കണ്ട. നീ പോകുവോ? നിന്റെ മുറച്ചെറുക്കനാടേ നശിപ്പിച്ചു. ഇവളുടെ ഭാവി വരണേ, ഇവളൊന്ന് അറിയോന്നറിയണ്ടേ? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇവള് നിനക്കുള്ളതല്ലാതെ വേറെ ആർക്കുള്ളതാ? അതൊക്കെ ശരിയാ, പക്ഷെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊന്ന് തൊട്ട് നോക്കണ്ടേ, ചേരുമെന്നറിയാലോ. കല്യാണത്തിന് മുമ്പേ ദേഹത്ത് തൊടണമെന്നാ? നീ എന്താ ഈ പറയണേ? അവൻ പറയുന്നതേ നീ അവനും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ചാ. ഈ കാർക്കോടകനെ ഞാൻ കല്യാണം കഴിക്കണം. ഡിയർ ഓഫീസേഴ്സ്, ഈ അടുത്ത കാലത്ത് മൈസൂരിൽ നടന്ന ആഭരണ കവർച്ചയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഈ ആഭരണങ്ങൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ച ആൾ നമ്മുടെ ആന്ധ്രക്കാരനാണ്. ഇപ്പോൾ ഈ പുതിയ കവർച്ച നടത്തിയിരിക്കുന്നതും അയാൾ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ അനുമാനം. ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മൾ അയാളെ വിട്ടുകൂടാ, കഴിയുന്നത്ര വേഗത്തിൽ അറസ്റ്റ് ചെയ്യണം. സാർ, ഈ വലിയ രാജ്യത്തിൽ അവൻ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, അത് കണ്ടുപിടിക്കുന്നത് വിഷമമാണ് സാർ. സാർ, അവൻ ഈ ജില്ലയിൽ കാലുകുത്തിയാൽ എൻ്റെ വീട്ടിൽ വന്നതുപോലെയാ, ഒരിക്കലും രക്ഷപ്പെടില്ല. സാർ, എങ്ങനെയുണ്ട് ഡോക്ടർ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. കോമയിലാണ്, വേണമെങ്കിൽ പോയി കണ്ടോളൂ. താങ്ക്സ്. നീ എനിക്ക് അനിയനാണെങ്കിലും എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെയാ. അയ്യോ അമ്മായി, നിങ്ങൾ ഈ ടിവി സീരിയൽ കണ്ട് കണ്ട് അവളെ അനുജത്തിയാക്കി കളഞ്ഞേക്കരുത്. അനിയ, അവനെ വിട്ടിട്ട് കല്യാണക്കാരൻ തീരുമാനിക്കോ? എന്താ സംശയം? എനിക്ക് കല്യാണം വേണ്ട. ഇപ്പൊ വേണ്ടെന്നോ അതോ പിന്നെ മതിയെന്നോ? നിന്നെ വേണ്ടെന്ന്. എന്താ? അതെ, എന്താ? ഓ, എന്താ എന്താ നീ സമ്മതിക്കാത്തത്? അങ്ങോട്ട് തിരി. നീ എന്താ കരുത് ഇയാളെ മണ്ടനാന്നാ? സത്യത്തിൽ ഇങ്ങനെ ചേട്ടനെ പോലെയാ. അത് ശരി, മെന്റൽ പ്രോബ്ലം അല്ലേ? ആലോചനയില്ല, വലിയ എടുത്തിയാട്ടക്കാരനുമാ. എന്നാലും ആവേശമുണ്ടല്ലോ. നോക്കി വെള്ളമിറക്കി നടക്കാൻ മാത്രമല്ല, നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിട്ടാ. അനിയ,
ഞാൻ മരിക്കും നീ ശരിക്കും പറഞ്ഞാണോ? അതെ. ഓ ചേട്ടാ, നിങ്ങളും കുറച്ച് മാറാനുണ്ട്. അമേരിക്കയിൽ ഡ്രോയർ മുതൽ ജെട്ടി വരെ വിറ്റ് നടക്കുന്ന നിങ്ങള് സ്വന്തം ജെട്ടി വിറ്റിട്ടായാലും സംരക്ഷിക്കണേ ഇവിടെ. എന്നാ പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രേമമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പൂ പറിച്ചു കൊടുത്താ അത് പ്രേമമാണെന്ന് കരുതി അവർ ജീവിച്ചോളും. ഏതെങ്കിലും സാധനം നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അതിൽ പ്രേമം ഉണ്ടെന്ന് കരുതി അവർ കാലം കഴിച്ചോളും. അപ്പൊ ഞാൻ അവളെ പ്രേമിച്ചിട്ടില്ലെന്നാണോ നീ പറയുന്നത്? നിങ്ങൾ അവളെ പ്രേമിച്ചിട്ടുള്ളത് എപ്പോഴാ? എപ്പോഴും കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയതല്ലാതെ. ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോയി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? സ്വാർത്ഥതയോടെ പ്രേമിച്ചുകൊണ്ട് മാത്രമായില്ല, ആ പ്രേമത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വന്തം പ്രേമം അവളെ ഫീൽ ചെയ്യിക്കും. പ്രേമത്തെക്കുറിച്ച് എന്ത് മനോഹരമായ സങ്കല്പം അവനുള്ളത്. ഇപ്പൊ ഇവക്കങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴേ അനുഭവത്തിന്റെ രസമാ. ഇത്ര പെട്ടെന്ന് അവൻ നിന്റെ മനസ്സിൽ കയറി ഇരുന്ന് കളഞ്ഞല്ലോടി. നീ ആള് ഭയങ്കരയാ. മടിയിൽ ലവർണ വെച്ചോണ്ട് ചുറ്റും തിരയുന്നത് പോലെയാ എന്റെ അവസ്ഥ. എന്നാ ആളിനെ കണ്ട് സംസാരിക്കേ. എങ്ങനെയാടി? ഇന്ദു, ഒരു പണിയുണ്ട്. വൈകിട്ട് നമ്മൾ എല്ലാവരും പബ്ബിൽ പോകുന്നു. നീ അയാൾ അവിടെ വിളിച്ചു വരുത്തി നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. പബ്ബോ? എന്റെ വീട്ടിലാരും സമ്മതിക്കില്ലല്ലോ. ഹായ് ഗേൾസ്, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്തു വെതർ നമുക്ക് പബ്ബിൽ പോവാം. എന്തിനാ? മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയണ്ടേ? ബൈ ബൈ. ഇന്ദു, ഏതായാലും നിന്റെ മുറിച്ചെറുക്കൻ കാമുകനെ കാണാനുള്ള ഒരു ചാൻസ് തന്നിട്ടുണ്ട് അല്ലേ? എന്തിനാ വിളിച്ചത്? മാറ്റരെന്താ? എനിക്ക് പ്രേമത്തിൽ വലിയ വിശ്വാസാ. അതൊക്കെ വേണ്ടത് തന്നെയാ. എന്റെ മേഡത്തിന്റെ മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടാൻ ഞാൻ സമ്മതിക്കൂ? തനിക്കൊന്നും അറിയില്ല. അവൻ എന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നറിയോ? അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. ആ ആന്റിയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നതാ. ഇതൊക്കെ കള്ളമാണെന്ന് ആന്റിയോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിക്ക്, ഇനിയും വന്നില്ലല്ലോ, മഴയും വരുന്നുണ്ട്. ഞാനിതൊന്നും ആന്റിയോട് പറയണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. എന്ത് ചെയ്യണമെന്നാ? എന്നെ പബ്ബ് വരെ കൊണ്ടുപോകണം. ഡ്രൈവർ എത്രയായി? 1000 സർ. ഇത്ര കുറവാണോ? Hi. Hey, come. How are you, Annie? Hi, Lizzie. പറ്റിയ പേരോടാണല്ലോ വരും. Hi folks. I welcome you all to a wonderful evening. ഇന്നിന്റെ പബ്ബിന്റെ സോറി നമ്മുടെ പബ്ബിന്റെ 6th ആനിവേഴ്സറിയിലേക്ക് I welcome you all. And there is a very special surprise gift for you all. I think ഇവിടെ ഒരു ചലഞ്ച് നടക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സർപ്രൈസ് ആണ്. Are you ready? Oh, I'm sorry girls, but this gift is only for boys. Oh, please girls, move aside, separate, move. Come on. Now, let me explain the game. Okay, ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഗണ്ണുമുണ്ട്. ആ ഗൺ എടുത്തുകൊണ്ട് ഈ ബോളിൽ ഷൂട്ട് ചെയ്യിച്ച് കൊള്ളിക്കുന്ന ധീരനായ പുരുഷന് നമ്മുടെ മിസ് മുംബൈ ഷീല അഗർവാൾ എന്ത് ഗിഫ്റ്റാണ് നൽകുന്നത് സ്വയം പ്രഖ്യാപിക്കുന്നതാണ്. Now let's welcome Miss Mumbai Sheila Agarwal. Hey guys, ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നവർക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പോണെന്ന് അറിയോ? Come on boys, come on, hurry up. You. Are you ready? Hey, handsome, come on. ചന്തു വിട്ടുകളാ.
നീ അങ്ങനെ തോറ്റുപോയാ എന്റെ ഇമേജാ പോന്ന്. ആർട്ട് സോപ്പ് ഉണ്ടാക്കുന്ന പോലെ ഈസി അല്ല ഗൺ ഷൂട്ട് ചെയ്യുന്നത്. നിനക്ക് ആവില്ലെന്ന് പറഞ്ഞ് മാറിയതേ. Hero, you can kiss me and dance with me. Come on. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെ തടയാനാ? മുള്ളിനെ മുള്ളോണ്ട് തന്നെ എടുക്കണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാറടി. He's mine. മോഡേൺ പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. ഓ മോഡേൺ പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. മന്ത്രം ചൊല്ലി മയക്കിയതോ മനസ്സ് രണ്ടും മുടക്കിയതോ. മോഡേൺ പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. മന്ത്രം ചൊല്ലി മയക്കിയതോ മനസ്സ് രണ്ടും മുടക്കിയതോ. ഒന്നടുത്തു വന്നു നീ സ്വന്തമാക്കി എന്നെ നീ. കണ്ണടയ്ക്കും വേളയിലെൻ കരളുക വർന്നു നീ. You are my beauty, you are my sweetie, you are my naughty, you are my cheat. മോഡേൺ പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. ഹൃദയമെങ്ങും ആവേശമായി വന്നവളെ. നിശബ്ദമായി ആത്മാവിനുള്ളിൽ തേൻ ചൊരിഞ്ഞു നീ. നിറഞ്ഞ സൂര്യപ്രഭയോടെ വിരുന്നു വന്നു നീ മനസ്സിൽ. സുഗന്ധ ചന്ദനലത പോലെ പടർന്നു ഞാൻ നിൻ പിരിമാറിൽ. കള്ളമല്ല കപടമല്ല നമ്മളൊന്നായി തീർന്നല്ലോ. ഉള്ളുകൊണ്ടും ഉടലുകൊണ്ടും എന്നും ഒന്നാകാം. You are my lovely, you are my bubbly, you are my jiggly, you are my love. മോഡേൺ പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. Rock but you love, his thrown out, shot but you love, his blown out, screaming out your love. Just go now, come on. Rock, 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 throw now. Rock, 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 throw now. Go, 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 go. Go, go, go. നിലാവ് പോലെ നിറങ്ങ പോലെ നിറഞ്ഞു നീ എന്നിൽ. പ്രതീക്ഷണം നാം പ്രസാദ ജീവിതം ഇണക്കി നിർത്തിയിടും. ചാരുശീതള നീതിയിൽ ചാഞ്ഞുറങ്ങണം ഈ ജന്മം. നീ നിറയ്ക്കണ ശൃംഗാരം ഞാൻ തൊടുന്നൊരു സിന്ദൂരം. സ്വർഗമൊന്നീ മണ്ണിലിന്ന് നമ്മളൊന്നായി തീർത്തിയിടും. സ്വപ്നബന്ധം ചിത്രമേകും പുഷ്പതൽപ്പങ്ങൾ. You are my lovely, you are my bubbly, you are my jiggly, you are my love. Hey modern, mama bagamariza. Hey modern പെണ്ണാലേ എന്നെ മയക്കി എടുത്തൊരു പെണ്ണാലേ. മന്ത്രം ചൊല്ലി മയക്കിയതോ മനസ്സ് രണ്ടും മുടക്കിയതോ. നീ ചൊന്നത് നിജമാണേ, ഞാൻ ചെയ്തത് ശരിയാണേ. മന്ത്രം ചെയ്തു മയക്കിയതാ പ്രേമമന്ത്രം കൊണ്ടാണേ. ഒന്നടുത്തു വന്നു നീ സ്വന്തമാക്കി എന്നെ നീ. കണ്ണടയ്ക്കും വേളയിലെൻ കരളുക വന്നു നീ. Hey, you are my beauty, you are my sweetie, you are my naughty, you are my dear.
അമ്പടാ ഇതെന്തൊരു ഉറക്കമാ? നിനക്കിട്ട് ഞാനൊരു പണി തരുന്നുണ്ട്. ചീറ്റിപ്പോയി. വേറെ സൂത്രമുണ്ട്. ദ്രോണ, ഹേയ് സത്യം പറ, നിന്റെ പേര് ചന്തു എന്നല്ലല്ലോ? നീ മീനാക്ഷി എന്റെ മോൻ ദ്രോണയല്ലേ? അതെ. എന്തിനാ എന്തിനാ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയത്? ഇപ്പൊ തിരിച്ചു വന്ന് എന്തിനാ വീണ്ടും അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? ഏത് സമയത്താ നീ തിരികെ വരികാന്ന് വിചാരിച്ച് നിന്റെ അമ്മ എത്ര പ്രതീക്ഷയിലാണെന്നറിയോ? അമ്മ എന്ന വിളി കേൾക്കാൻ വേണ്ടി. അങ്ങനെ വിളിക്കാതെ മാഡം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ വിളിച്ചാ എപ്പോഴെങ്കിലും ഞാൻ തന്നെയാണ് അമ്മയുടെ മകനെന്ന് ആ അമ്മ മനസ്സിലാക്കിയാലോ എന്ന് എനിക്കൊരു ഭയം. ഭയക്കുന്ന എന്തിനാ? എൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി പറയാൻ എനിക്കല്പം സാവകാശം വേണം. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാത്ത എൻ്റെ അച്ഛൻ ഞാൻ കുറ്റവാളിയാണെന്നറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? അല്ലാതെ ഞാൻ നാടകം കളിക്കുന്നൊന്നുമല്ല. ഇത് എത്ര കാലത്തേക്കാ? അറിയില്ല. എനിക്കറിയുന്ന ഒന്ന് മാത്രമാണ്, എൻ്റെ അച്ഛനമ്മമാരുടെ സന്തോഷം. ഞാൻ ആശിക്കുന്നത് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും ഞാൻ അവരോട്. എന്നെങ്കിലും ഒരു നാൾ എൻ്റെ കഴിഞ്ഞ കാലം എന്നെ തേടിയെത്തും. എന്നാൽ ആ കഴിഞ്ഞ കാലത്തിനറിയില്ല ഞാനിവിടെ അതിനെ തന്നെ കാത്തിരിക്കുകയാണെന്ന്. കൊന്നു കളഞ്ഞു മാമ, കൊന്നു കളഞ്ഞു ഞാൻ. സർക്കാർ, അഗ്നിപർവ്വതം പൊട്ടണമെങ്കിൽ അതിനകത്തൊരു ലാഭം ഉണ്ടാവണം. അപ്പോൾ അത് പുറത്തു വന്നാൽ അതിന്റെ ശക്തി കുറഞ്ഞു പോകും. ആ ശക്തി കൂടി കൂടി ഉള്ളിന്റെ ഉള്ളിൽ വിഷപ്പാമ്പായി മാറിയിരിക്കണം മാമ. ആ ദ്രോണയുടെ അന്ത്യം കാണാൻ എന്റെ ഓരോ ഞരമ്പും തീരാത്ത പ്രതികാരം കൊണ്ട് തിളയ്ക്കുകയാണ്. അന്ത്യം കാണണമെങ്കിൽ ആരംഭിക്കണമല്ലോ സർക്കാർ. വേട്ട ആരംഭിച്ചോളൂ. അവൻ എവിടെയുണ്ടെങ്കിൽ എനിക്ക് അവനെ താർക്കണം മാമ. അവൻ എവിടെ പോയി വിളിച്ചിരുന്നാലും നമ്മൾ അവനെ തേടി അങ്ങോട്ട് ചെല്ലണം സർക്കാർ. അവൻ എവിടെ നിന്നാണ് കിട്ടുക? എപ്പോഴാണ് കിട്ടുക? ആ അവസരവും നോക്കി നമ്മൾ പോലീസിന് പിടികൊടുക്കാതെ തേള് കടിച്ചവരെ പോലെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ആ പോലീസിനെ കൊണ്ട് തന്നെ അവനെ പിടിപ്പിച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കൂ സർക്കാരെ, നമുക്ക് കളി തുടങ്ങാം. അവന്റെ അവസാനത്തിനുള്ള കളി. വിക്രം, ഈ കളിക്ക് പറ്റിയ ആള് നീ തന്നെയാ. എന്നാ തുടങ്ങല്ലേ? നല്ല ദമ്പതിമാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം കല്യാണ പത്രിക തരുന്നത്. നിങ്ങൾ തീർച്ചയായും കല്യാണത്തിന് വരണം. ആയിക്കോട്ടെ. ഇവനെ കാണുമ്പോൾ അന്ന് സ്കൂളിൽ പോയിരുന്ന ഓർമ്മ എന്റെ മനസ്സിൽ. കണ്ണടച്ച് തുറക്കും മുമ്പേ കല്യാണപ്രായമായല്ലോ. നിങ്ങളുടെ മകനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവനും കല്യാണപ്രായം ആകുമായിരുന്നു. ശരി. വേണ്ട മീനാക്ഷി, ആ ദൗർഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയണ്ട. മാഡം, നിങ്ങളുടെ മകൻ ഉടനെ തിരിച്ചു വരും. സാർ, എന്താ സാർ ഇത്? ഞാനിങ്ങനെ മദ്യപിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയല്ല, ദുഃഖങ്ങൾ മറക്കാനാണ്. എൻ്റെ ദേഷ്യം ഒരു ദിവസം എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അന്നു മുതൽ എൻ്റെ ഭാര്യ തീരാ ദുഃഖത്തിലാണ് ബാബു. ധൈര്യം കൊടുക്കേണ്ട ഞാനും അങ്ങനെ ആയാൽ
അവളുടെ ആരോഗ്യം നശിക്കും. അതുകൊണ്ടാ ഞാൻ കോപം അഭിനയിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്നത് എന്നെങ്കിലും അവൻ തിരിച്ചു വന്നെത്തും എന്ന പ്രതീക്ഷയില്ല. ഞാനാണ് ഇവരുടെ മകനെന്നുള്ള സത്യം ഇവരോട് പറഞ്ഞാലോ? നമസ്കാരം. TV5 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളുടെ പ്രധാനാംശങ്ങൾ. രാഷ്ട്രത്തിൽ നടക്കുന്ന കവർച്ചകൾ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും പിടിച്ചുകുലുക്കുന്നു. ഇതിനു മുമ്പ് ഹൈദരാബാദിൽ നടന്ന പോലെ ഒരു കവർച്ച ഇന്ന് വിജയവാഡയിലും ആവർത്തിച്ചു. കവർച്ചയുടെ സ്വഭാവവും രീതിയും പരിശോധിച്ച വിദഗ്ധർ വളരെ നൂതനമായി പോയ തവണ മൈസൂരിൽ നടന്ന നിജാം ആഭരണ കവർച്ചയുമായി ഇതിന് സാമ്യമുണ്ടെന്ന് അറിയിച്ചു. ഈ കവർച്ചാ സംഘത്തെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ശ്രമം വിഫലമാവുകയാണ്. മൈസൂരിൽ ആഭരണ കവർച്ചയ്ക്കും ഇവിടെ നടന്ന കവർച്ചയ്ക്കും വളരെ അടുത്ത സാമ്യമുണ്ട് സാർ. എങ്കിൽ രണ്ടും ഒരാളായിരിക്കുമോ സാർ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കവർച്ച ചെയ്യുന്നവർ ഇതുപോലൊരു നിസ്സാര കവർച്ചയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ വഴിയില്ല. എന്നാൽ റോബറി സ്റ്റൈൽ ഒരേപോലെ ആയതുകൊണ്ട് ഈ കള്ളനെ പിടികൂടിയാൽ മൈസൂർ കവർച്ച നടത്തിയത് ഇവൻ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, അറ്റ്ലീസ്റ്റ് ആ മൈസൂർ കള്ളന്റെ പേരോ ഊഹാചിത്രമോ എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. ഹൈദരാബാദിലും വിജയവാഡയിലും മോഷണം നടത്തിയിരുന്നവരുടെ നെക്സ്റ്റ് എയിം വൈശാഖ് ആയിരിക്കാനാണ് സാധ്യത. കയ്യിൽ വന്ന ഈ അവസരം ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. Now everybody understood? എന്താ മാമ ഇത്? പോലീസിനെ കൊണ്ട് ആ ദ്രോണയെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ ആളുകളെ ഇവിടെ നിന്ന് അയച്ച് നമ്മൾ തന്നെ കവർച്ച നടത്തിയിരിക്കുന്നു. ഇപ്പൊ പോലീസിന്റെ അന്വേഷണം മുഴുവൻ നമുക്കെതിരാവുള്ളത്. സത്യത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാമ. അങ്ങനെ കിടന്ന് പിടക്കില്ലേ സർക്കാർ? തിരികൊളുത്തി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും കത്തിയാലേ ബോംബ് പൊട്ടു. നീയോ? എത്ര നാളുകളായി ഞാൻ തേടുകയായിരുന്നു. ഇപ്പോഴാ എന്റെ കയ്യിൽ കിട്ടിയത്. കിട്ടിയത് എന്നെയല്ലടാ, നിന്നെയാ. ചത്തുപോയോ? ആ, എന്നാ എങ്ങനെ ചത്തുപോയി? പോലീസിന്റെ കൈകൊണ്ടോ? അല്ലല്ലോ. വലിയ മീനിനെ പിടികൂടാൻ ചെറിയ ഇരകളായിട്ട് കളിക്കണം സർക്കാർ. നമ്മുടെ ആളെ കണ്ടുപിടിച്ച് അവനോട് ഏറ്റുമുട്ടി നമ്മുടെ ലക്ഷ്യങ്ങളെ നിറവേറ്റിയെടുത്ത എതിർക്കാൻ ആരും ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ ആരെങ്കിലും ചത്ത നഷ്ടങ്ങൾ നമുക്കാ. ദ്രോണയ്ക്ക് ആവേശം കൂട്ടാനാ ദ്രോണ ചെയ്തു എന്ന രീതിയിൽ വിക്രത്തിനെ കൊണ്ട് ഞാൻ കളവ് ചെയ്യിച്ചത്. അവൻ എവിടെ പോയി ശാന്തമായി ഉറങ്ങാൻ ശ്രമിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. വേട്ടക്കാർക്ക് ഇനി ഉറക്കമില്ല. ഉടനെ വൈശാഖിലേക്ക് പുറപ്പെട്ട് കരുക്കൽ നീക്കണം. എവിടെ
പോവാടാ? ഞാൻ ജീവിതം മതിയാക്കി സന്യസിക്കാൻ പോവാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ പൂജ്യം വ്രതമൊക്കെ നിനക്ക് വേണ്ടി തന്നെയല്ലേ? ഞാൻ വ്രതം എടുത്ത് ഇങ്ങനെ ഇരുന്നാ മതിയോ? പെണ്ണ് കെട്ടണ്ടേ? അങ്ങനെ പറയലടാ, കുറച്ചു ദിവസം കൂടി ക്ഷമിക്കേ. ഇനി ക്ഷമിക്കുന്ന പ്രശ്നമില്ല, എനിക്ക് വെറുത്തുപോയി. മറിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സമക്ഷത്ത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് പറയണം, ഇന്ദുവിനെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ ഇല്ലയോ? നടത്തി തരാടാ. എനിക്ക് വയസ്സാവുമ്പോ പോരാ, ഇവിടെ ഇന്ന് ഈ നിമിഷം ഈ സെക്കൻഡില് അവളുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തരുമെന്ന് എനിക്കറിയണം. കഴിപ്പിച്ചു തരാം. ഞാൻ കഴിക്കില്ല. നാം വഴക്കടി. അവൻ എത്രയെന്ന് വെച്ചാൽ കാത്തു നിൽക്ക. അവനെ തന്നെ നീ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ആളെ കല്യാണം കഴിക്കാനൊക്കോ? ഞാൻ പറയണത് നീ അനുസരിച്ചാ മതി. നിന്റെ ഇഷ്ടക്കേടും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഭവാനി, എന്താ ഇത്? അവള് കൊച്ചു പെണ്ണ്, ആവേശം കാണിച്ചെന്നിരിക്കും. മുതിർന്ന നീയല്ലേ ക്ഷമിച്ചു കൊടുക്കേണ്ടത്. ആദ്യം അവളുടെ മനസ്സിൽ എന്താന്നറിയേ. ആർക്കറിയാം ഇവളുടെ മനസ്സിൽ ആരാണെന്ന്? നീ ഇങ്ങോട്ട് മാറിയല്ലേ. ഇന്ദു, ഈ വിവാഹത്തിന് നിനക്ക് ഇഷ്ടമല്ലാത്ത എന്താ? എന്താ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നീ അമ്മ പറയുന്നത് കേക്ക്. ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആന്റി. ആരെ? പറയുമോളെ. ആന്റിയുടെ മകനെ. അതെ ആന്റി, ഞാൻ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഇഷ്ടപ്പെടുന്നുണ്ട്. വിവാഹം എന്നുണ്ടെങ്കിൽ അത് അവനുമായി മാത്രമാണ്. അതെ, അവൾ എന്താ പറഞ്ഞത്? മകനെ ഓർത്ത് വിഷമിക്കുന്ന നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്റെ മകനെ അവിടെ കെട്ടിക്കണോന്ന് പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചതാ. എന്ന് നീ ഇത്ര കാര്യമായിട്ട് എടുക്കുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആ ഓടിപ്പോയവൻ ഇനി എന്ന് തിരിച്ചു വരും പറഞ്ഞ ഇവിടെ കിടന്ന് തുള്ളുന്നേ. ഇന്ദു, ഇതൊക്കെ എന്റെ തെറ്റാണ് മോളെ. നിന്റെ വാക്കുകൾ വിശ്വസിച്ച് നിന്റെ അമ്മയുടെ പരാതിക്ക് ഞാൻ കാരണക്കാരിയായി. എന്റെ മോനെ കല്യാണം കഴിക്കുമെന്ന് നീ പറഞ്ഞപ്പോഴൊക്കെ എന്തെന്നറിയാത്ത സന്തോഷം. അല്ല മോളെ, ഭ്രാന്ത്. നിന്റെ അമ്മ പറഞ്ഞതുപോലെ അവൻ വരുമോ ഇല്ലയോ? വന്നിട്ടുണ്ട്. ആന്റിയുടെ മകൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ഈ ചന്തുവാ നിങ്ങളുടെ മകൻ ദ്രോണം. നോക്കിക്കേ. ഒന്ന് നിൽക്കണേ. ആവേശം കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. അതൊന്നും മനസ്സിൽ വെക്കരുത്. എന്റെ മകള് നിന്റെ മകനുള്ളത് തന്നെയാ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. ഇപ്പൊ നടന്നതെല്ലാം മറന്നേക്ക്.
സുന്ദരിയാണേ സുന്ദരിയാണേ നിന്നെ കാണാൻ ഒരു തങ്കത്തിങ്കൾ ഉദിച്ചതുപോലെ. സുന്ദരനാണേ സുന്ദരനാണേ നിന്നെ കാണാൻ ഒരു സൂര്യൻ നിന്ന് തിളങ്ങും പോലെ. ഓ സുന്ദരിയാണേ സുന്ദരിയാണേ നിന്നെ കാണാൻ ഒരു തങ്കത്തിങ്കൾ ഉദിച്ചതുപോലെ. സുന്ദരനാണേ സുന്ദരനാണേ നിന്നെ കാണാൻ ഒരു സൂര്യൻ നിന്ന് തിളങ്ങും പോലെ. ഓ ഞാൻ നിന്നെ കണ്ടു കൊതിച്ചാൽ സമ്മതമാണോ? നീ എന്നെ കെട്ടുന്നെങ്കിൽ സമ്മതമാണേ. നാൾ നോക്കി നാൾ താരി പൊട്ടിക്കോ, താലിപ്പൊൻ വാങ്ങിക്കോ, വേലിക്കാം. ഓ കല്യാണമേളങ്ങൾ കൂടാൻ വായോ, കല്യാണ കച്ചേരി പാടാൻ വായോ. ഓണക്കിടപ്പോളം പണ്ടം തരാം, ആകാശം മുട്ടിയൊരു പന്തലിടാം. ഓ മാടപ്രാവേ നിന്നെ കണ്ടിട്ടിന്നെന്റെ ഉള്ളിൽ പൂറിക്കൂടും ആനന്ദത്തിൻ വെള്ളം. നീരുവരഞ്ഞാൽ പണ്ടേ നിന്നെ ആരാധിക്കുന്നു, നീരിൽ കണ്ടേ രോമാഞ്ചത്തിൻ ഉള്ളം. ഓ കരീന കരീന മെത്തരാ ദീവാന. നമാമി സുനാമി ബിനാമി നീയല്ലേ. നീ കൊഞ്ചി വാ നീ തുള്ളി വാ മനസ്സിന്റെ മന്ദാര മലർവാടിയിൽ. കല്യാണമേളങ്ങൾ കൂടാൻ വായോ, കല്യാണ കച്ചേരി പാടാൻ വായോ. ഓണക്കിടപ്പോളം പണ്ടം തരാം, ആകാശം മുട്ടിയൊരു പന്തലിടാം. കത്തിടുന്നു നീ എന്നിൽ തീനാളമായി, നാടുതോറും ആവേശത്തിൻ താപം. കൊത്തിയിടും ഞാൻ സർപ്പമായി മാനസത്തിനുള്ളിൽ, നാവിലാകെ ആരും കാണാദാഹം. നീ വരുമ്പോൾ തൊടുമ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നു. നിന്റെ മേനി ചന്തമേരം തൽപ്പമാക്കി വച്ചോളൂ. തേരേറി വാ, തേരൊന്നു വാ, ഇനി എന്റെ ഉല്ലാസരതിവേളയിൽ. തന്നാന തന്നാന തന്നാന, ആകാശം മുട്ടിയൊരു പന്തലിടാം. സുന്ദരിയാണേ സുന്ദരിയാണേ നിന്നെ കാണാൻ ഒരു തങ്കത്തിങ്കൾ ഉദിച്ചതുപോലെ. സുന്ദരനാണേ സുന്ദരനാണേ നിന്നെ കാണാൻ സൂര്യൻ നിന്ന് തിളങ്ങും പോലെ. ഗോൾഡ് വാച്ച് വേണം. എന്താ മാമ നമ്മുടെ വരവിന്റെ കാര്യം പോലീസ് അറിഞ്ഞിട്ടുണ്ടാവോ? വണ്ടി കൊടുത്തിരിക്കേ. ഓടിക്കോ. ബില്ലെഴുതിക്കോളൂ.
മോനെ ഹാൻഡ് ബാഗ് എടുക്കാൻ മറന്നു, കാറിലുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം. ശരി. തോക്കിങ്ങതാ കൊണ്ടുപോടാ. അങ്ങോട്ട് പോ, കുറച്ച് പേര് ഇങ്ങോട്ട് എന്റെ പുറകെ വാ. నిత్యం ప్రణయ జ్వాలాగ్నిహోత్రం వంశం పయన హర్యక్షమిత్రం కంఠం నిలల పచ్చం జగాత్రం హృదయం సకల సంక్షుప్త క్షేత్రం దేహం సమర సన్నద్ధ క్షేత్రం. లంఘించు సింగం సాడే విలయ జ్వాలా తరంగం సాడే ప్రళయాంత శృంగం సాడే కుటిల సంహార రంగం పాడే దుహిన తీరోగం పాడే ప్రణయ భృంగం పాడేగా. ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് ഉടനെ വരാം. ഇരിക്കില്ലേ? മോനെ സൂക്ഷിച്ചു. കണ്ടല്ലോ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ എത്ര പേരുണ്ടെന്ന് മനസ്സിലായോ? എത്ര പേരുണ്ടെന്നുള്ളതല്ലടാ, എത്ര പേര് ബാക്കിയുണ്ടെന്നുള്ളതിന്റെ കണക്കാ എടുക്കേണ്ടത്. അയ്യോ സി സാറേ, എന്റെ കുട്ടിയെ പിടിക്കുന്ന എന്തിനാ? തെറ്റ് ചെയ്തത് അവരല്ലേ?
അറസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ മോനല്ല, ആ റൗഡികളെയാ. അവനെ അറസ്റ്റ് ചെയ്തത് ഈ കാര്യത്തിന്റെ പേരിലല്ല. 1 മാസം മുമ്പ് മൈസൂരിൽ ആഭരണ കവർച്ച നടത്തിയില്ലേ, അത് മറ്റാരുമല്ല, ഇവനാ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. പഠിക്കുന്ന കാലത്ത് അവൻ കൊച്ചായിരുന്നപ്പോ തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ അവനെ എന്നിൽ നിന്ന് അകറ്റി. മോനെ, നീ നിന്റെ അച്ഛനോട് പറ, അച്ഛന്റെ വിശ്വാസം തെറ്റാ, അമ്മയാണ് സത്യം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറ മോനെ, പറ. എന്ത് മറ്റേ പണിയാ അമ്മ കാണിച്ചത്? ആ ദ്രോണയെ കുറിച്ച് എന്തിനാ പോലീസിൽ അറിയിക്കാൻ പോയത്? കൈ കിട്ടിയവൻ കൈവിട്ട് പോയില്ലേ? ഇതുവരെ അവനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, കണ്ടത് മാത്രമേ ഉള്ളൂ. കിട്ടിയത് നമ്മളെയാ, നമ്മുടെ ആൾക്കാരെ അവൻ എങ്ങനെ ഇടിച്ച് നിരപ്പാക്കിയതെന്ന് കണ്ടതല്ലേ. ഇനി അവൻ നമ്മുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ ഈ ജന്മത്ത് കിട്ടില്ല. അതിനാ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യിച്ചത്. ഇനി നമുക്ക് പ്ലാൻ ചെയ്ത് പോലീസുകാരുടെ കൈകളിൽ നിന്ന് അവനെ രക്ഷിച്ച് നമ്മുടെ കൈകളിലാക്കണം. വിഷമിക്കണ്ട മീനാക്ഷി, അതുകൊണ്ട് എന്ത് നേടാനാ? വേണ്ട, അങ്ങനെ വിളിക്കണ്ട. എന്ത് പാവം ചെയ്തിട്ടാ ഞങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? മനോവിഷമം കൊണ്ട് ചോദിച്ചു പോവുക. അന്ന് ദൂരേക്ക് പോയിട്ടാ നീ ഞങ്ങളെ വിഷമിപ്പിച്ചത്, ഇന്ന് അടുത്ത് നിന്നിട്ട് വിഷമിപ്പിക്കുന്നു. കോപം കൊണ്ട് ഓടിപ്പോയത് ശരിയാ. ഞങ്ങളിൽ നിന്നുള്ള വാത്സല്യം പ്രതീക്ഷിച്ച് നീ തിരിച്ചു വരുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ നീ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പോലീസുകാരൻ്റെ വീട് ഒരു താവളമാക്കി ഉപയോഗിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചില്ല. അച്ഛാ, അത് മാത്രം പറയരുത്. ഇവിടെ നിങ്ങൾ എന്ത് നരകം അനുഭവിച്ചിരുന്നോ അതേ നരകം അവിടെ ഞാനും അനുഭവിച്ചിരുന്നു. പ്രാണൻ പോയാൽ കൂടി തിന്മയ്ക്ക് കാരണക്കാരനാകരുതെന്ന് എൻ്റെ അച്ഛൻ്റെ അഡ്വൈസ് പാലിക്കുന്നതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയാൻ ഞാൻ ഇതുവരെ ധൈര്യപ്പെടാഞ്ഞത്. ഞാനൊരു പോലീസുകാരൻ്റെ വീട് ഒളിത്താവളമാക്കിയതല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ ഒളിച്ചോടിയതുമല്ല. എന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്. ഇത് കഴിക്കും. എനിക്ക് വേണ്ട, ഞാൻ ബുള്ളറ്റ് മാറ്റി വെച്ചിട്ടല്ല കണ്ണെടുത്തത്. ബുള്ളറ്റ് നീ മാറ്റി വെച്ചാണെന്ന് അച്ഛന് മനസ്സിലായി. എന്നാലും അറിയാതെ അടിച്ചു പോയതല്ലേ. നീ വേഗം വീട്ടിൽ പോടാ. നിന്നെ അടിച്ചാൽ അച്ഛനമ്മയ്ക്ക് നല്ല വിഷമമുണ്ടോ ദ്രോണ. അമ്മ ശരിടാ, എന്നാ ഞാൻ വീട്ടിൽ പോവാ. വേഗം വയ്ക്കും.
മാമ ഡാനി എവിടെ? അങ്കിൾ, എനിക്ക് ഇവിടെ നിന്നിട്ട് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം അങ്കിൾ. പൊയ്ക്കോ. എൻ്റെ ആശയെ സഫലമാക്കാൻ വേണ്ടി ഞാൻ വെച്ച ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ചിരിക്കുന്നു മാമ. ഇനി മുന്നോട്ട് പോവാം നമുക്ക്. സർക്കാർ 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 മുത്തുപോലുള്ള പിള്ളേരും മൂർച്ച പോയ ആയുധങ്ങളും യുദ്ധത്തിന് പറ്റുന്നതല്ല സർക്കാർ. മൂർച്ച വെപ്പിക്കണം, അവസരം നോക്കി പ്രയോഗിക്കണം. സമയം നല്ലതല്ലാത്തതിന് ക്ലോക്ക് തിരിച്ചു വെച്ചതുകൊണ്ടായില്ല. ഡാനി, നിന്റെ സഹോദരന്റെ ആശയത്തിന്റെ രൂപകൽപ്പന എന്റേത്, സാരഥ്യം നിന്റേത്. ഈ പിള്ളേരെ അതിരുകവിഞ്ഞ് ശിക്ഷിച്ചാലും ശരി, നമ്മുടെ കാര്യം നടന്നിരിക്കണം. എനിക്ക് വിട്ടേരമാണ്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിരിക്കും. അതാണ്. എന്താ എന്താ കരയണേ? അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മ വന്നു. എന്നാ ചുണക്ക്? അവനുക്ക് അപ്പ അമ്മ ஞாபகம் வந்துச்சு. സിർഫ് തുമക്കോ नहीं, हमको भी मम्मी पापा याद आता है. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാ നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലടാ, വീട്ടിൽ പോണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൊച്ചിനെ അവർ കൊന്നു കളഞ്ഞത്. നമ്മളെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാലേ അവര് നമ്മളെല്ലാവരും വെടിവെച്ചു കൊല്ലും. പിള്ളേരെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്നത് കേട്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഞാൻ പറയുന്നതേ ചെയ്യാവൂ, മനസ്സിലായോ? എന്താടാ? അവന്റെ കാല് തട്ടിയതാ. വിലപിടിപ്പുള്ള സാധനങ്ങളുടെ സേഫ്റ്റിക്കായി ലേസർ കിരണങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പതിച്ചാൽ അവിടെ നിർജീവമായി പോകും. ഇതിൽ തൊടാതെ തന്നെ അപ്പുറത്തേക്ക് എങ്ങനെ പോകാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ദ്രോണ, നീ പോയവിടെ മുട്ടുകുത്തിയിരിക്കേ. നെക്സ്റ്റ്. എന്താടാ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യുന്നത്? വിക്രം, നീ പോയി അവരുടെ കണ്ണ് കെട്ട്. ഇനി ഷൂട്ട് ചെയ്യ. ഷൂട്ട് ചെയ്യാൻ. പറ്റിച്ചേ. Zero, 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 zero.
Come on, do it! വിട്ടുകളടാ, അവൻ്റെ നിന്ന് അടി കിട്ടുന്നത് നമുക്ക് പുതിയ കാര്യമല്ലല്ലോ. നമ്മൾ വിട്ടുപോകുന്നോ ഇല്ലയോ അതല്ല പ്രശ്നം ഇവിടെ. അതുവരെ നമ്മൾ മനുഷ്യരായി ജീവിക്കണമെങ്കിൽ ആ ഡാനി ഇവിടെ വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. വെറുതെ നമ്മൾ അവനെ എതിർത്തിട്ട് പിന്നെ നേടാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ നിന്ന് വന്നിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ല. അച്ഛനമ്മമാരെ പിരിഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. അവരെന്ത് ചെയ്യണാവോ? ഓർക്കുമ്പോഴേ കരച്ചിട്ട് വരിക. സത്യമാണോ പറയുന്നത് മാമ? സത്യമാണ് മോനെ. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഡൽഹിക്ക് പോകേണ്ട ആവശ്യമില്ല. ആ നൈസാം ആഭരണങ്ങൾ മൈസൂരിലേക്ക് വരും. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി വിചാരിച്ചത് സാധിക്ക്. നിന്റെ ദുബായ് മുഖം നിറവേറട്ടെ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ മാമ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇനിയെല്ലാം എന്റെ കാൽ കീഴിൽ. എടാ, അവര് ബോംബ് വെച്ചിട്ടുണ്ട്. ദ്വീപ് മൊത്തം ബ്ലാസ്റ്റ് ആവും. 2 മിനിറ്റ് കൊണ്ട് എല്ലാരും ഓടിപ്പോണം. ഓടിക്കോ. നീ ഇങ്ങനെ ഇരുന്നാലോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ചീറ്റപ്പുലിക്ക് കൂടി 2 നിമിഷം കൊണ്ട് 5 കിലോമീറ്റർ ഓടിയെത്താൻ സാധിക്കില്ല. എന്താടാ, ചാവുന്നത് ഇവിടെ തന്നെയാണെന്ന് തീരുമാനിച്ചോ? നമ്മൾ ഈ ബോംബ് നിർവീര്യമാക്കാന്ന് വെച്ചാ 2 മിനിറ്റ് കൊണ്ട് എത്ര ബോംബ് നിർവീര്യമാക്കാൻ പറ്റും? അത് ശരിയാ. എന്ത് ശരിയെന്ന്? 2 നിമിഷം കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം. ഇപ്പൊ തന്നെ 1 മിനിറ്റ് ആയി. ഓടി രക്ഷപ്പെടാൻ വാ. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. യുക്തിയില്ലെങ്കിൽ പിന്നെ ശക്തി ഉണ്ടായിട്ട് എന്തിനാ? അങ്ങനെയല്ലേ സർക്കാർ? കം വിത്ത് മീ.
കമോൺ മൈ ഡിയർ ബോയ്സ്, കമോൺ. ഇതുവരെ എൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അടിമുടി മാറ്റി എഴുതപ്പെടാൻ പോവുകയാണ്. ഞാൻ വെക്കാൻ പോകുന്ന ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ ഈ ദ്വീപ് വിട്ട് നിങ്ങൾക്ക് ശാശ്വതമായി നാട്ടിലേക്ക് തിരിച്ചു പോകാം. ആ വരുന്ന ഞങ്ങളുടെ ആളുകളുമായി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ആദ്യ റൗണ്ടിൽ ഒരാള്, രണ്ടാം റൗണ്ടിൽ 2 ആള്, മൂന്നാം റൗണ്ടിൽ 4 പേര് വരും. നിങ്ങൾ ഓരോരുത്തരും അവരോട് ഒറ്റയ്ക്ക് വേണം പൊരുതാൻ. കൈകൾ ആയുധമാക്കുന്നു, ആയുധം കൈകളിൽ എഴുതുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം. ആരും ആരെയും ജീവനോടെ വിടരുത്. ചാവലോ കൊല്ലലോ അത് നിങ്ങൾക്ക് വിടുന്നു. വേണ്ട, നമ്മളെ കൊല്ലുവര്. നമുക്കവരെ എതിർക്കാൻ പറ്റില്ല. ആ മരണത്തിന് മുമ്പ് ഒരു തവണ അച്ഛനെയും അമ്മയും ഒന്ന് കാണുന്നുണ്ട്. ജയിച്ചാൽ വീണ്ടും കാണാം, തോറ്റുപോയാ नेत्रं 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 प्रलय ज्वालाग्निहोत्रं होत्रं 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 नीलपक्षं जगात्रं സബാഷ് ദ്രോണ, സബാഷ്. നിനക്ക് ബുദ്ധി മാത്രമല്ല, മലയെ പോലും ഇടിച്ച് നിരപ്പാക്കുന്ന കൈക്കരുത്ത് കൂടിയുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും നിന്നെ അഭിനന്ദിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കനുസരിച്ച് നിന്നെ മാത്രമല്ല, ബോസിനെയും വിക്രമിനെയും കൂടെ നിന്റെ കൂടെ വിട്ടയക്കാൻ തയ്യാറാണ്. ബട്ട് വൺ കണ്ടീഷൻ.
ഇതെന്താണെന്ന് മനസ്സിലായി. പ്രപഞ്ചത്തിലെ ഏറ്റവും വില കൂടിയ നൈസാം നെക്ലസ്. ഈ അമൂല്യ ആഭരണം ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടു പോരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇത് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അങ്ങനെ 12 വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ എക്സിബിഷനിൽ വെച്ചു. ചെറിയ ചെറിയ കളവുകൾ നടത്തി വന്ന ഞാൻ ഇതടിച്ചു മാറ്റി ദുബായിൽ ചെന്ന് സെറ്റിൽഡ് ആവാമെന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ എൻ്റെ പ്ലാൻ ഫെയിലായി. ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടു. പ്രയത്നം വിഫലമായെങ്കിലും വല മാത്രം ഞാൻ ഓർമ്മയിൽ സൂക്ഷിച്ചു. അതെടുക്കണമെങ്കിൽ ആശ കൊണ്ട് മാത്രമായില്ല, ആലോചന കൂടി വേണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി ജയിൽ ചാടി ഞാൻ രക്ഷപ്പെട്ടു. ശക്തിയോടുകൂടി യുക്തിയും കൂടിയുള്ളൊരു മിടുക്കനെ അസ്ത്രം പോലൊരു യുവാവിനെ തയ്യാറാക്കിയെടുക്കണമെന്ന് വിചാരിച്ചു. യുവാക്കളെ മാത്രം സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പ്രായത്തിലുള്ളവരുടെ ചിന്തകൾ വഴിതെറ്റാതെ ഏകാഗ്രതയോടെ പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തും, പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യും. ശരിക്കും അതാണ് ഇളം പ്രായത്തിൽ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ കാരണം. നാളെ മുതൽ ആ നെക്ലസ് മൈസൂർ പാലസിൽ എക്സിബിഷൻ വയ്ക്കുകയാണ്. നീ എത്രയും വേഗം അത് കവർന്നെടുത്ത് എന്നെ ഏൽപ്പിക്കണം. 1 വർഷമല്ല, 2 വർഷമല്ല, 12 വർഷം. 12 വർഷമായ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഈ അജ്ഞാതദ്വീപിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ രഹസ്യമായി ഈ സാമ്രാജ്യം ഇത്രയും കാലം കെട്ടിപ്പടുക്കാൻ കാരണമെന്താണെന്നറിയോ? ആഭരണങ്ങൾക്ക് വേണ്ടി, കേവലം ആഭരണങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇത്രയും കാലത്ത് സ്വപ്നങ്ങൾ നിറവേറാൻ പോകുന്ന സമയത്ത് നിങ്ങൾ തടസ്സം ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ആവശ്യം നമ്മുടേതാവുമ്പോൾ ഭീഷണി പാടില്ല സർക്കാർ. ഇളങ്കാറ്റടിച്ചാൽ ഇലകൾ അനങ്ങുമെന്നല്ലാതെ തടി അനങ്ങാറില്ല. കുട്ടികളിൽ വിശ്വാസം വർദ്ധിപ്പിക്ക്. നിന്റെ സ്വപ്നം നിറവേറ്റിയാൽ ഇവരെല്ലാം വിട്ടയക്കാമെന്ന് പറ. ദ്രോണ, ചുരുക്കത്തിൽ നമുക്ക് 2 പേർക്കും ഒരു ധാരണയിൽ എത്തിച്ചേരാം. ആഭരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീരും. അതുമല്ല, നിങ്ങൾ 3 പേർക്കുമൊപ്പം എല്ലാവരെയും ഞാൻ റിലീസ് ചെയ്യും. ഇവരുടെയൊക്കെ മോചനം ഇപ്പോൾ നിന്റെ കയ്യിലാണുള്ളത്. നെക്ലസ് കിട്ടിയാൽ സത്യത്തിൽ എല്ലാവരെയും വെറുതെ വിടുമോ? നൈസാം നെക്ലസ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ പോവാം. സബാഷ്. വളർന്നത് കാട്ടിൽ, മനസ്സ് പക്ഷേ കാടിൻ്റെതായി മാറിയിട്ടില്ല. നിക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല എന്ന വിഡ്ഢിത്തോന്നും വിചാരിച്ചേക്കരുത്. നിങ്ങൾ ഓടി രക്ഷപ്പെടാനോ പോലീസിൽ പരാതിപ്പെടാനോ ശ്രമിച്ച ഇവിടെ ഇവരുടെ ജീവൻ മാത്രമല്ല, അവിടെ നിങ്ങളുടെ ജീവനും അപകടത്തിലാവും. നിങ്ങളുടെ ശരീരത്തിലിപ്പോൾ അതിശക്തമായ മൈക്രോ ക്യാപ്സ്യൂളുകൾ കയറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. 24 മണിക്കൂറിന് ശേഷം അതിനെ നിയന്ത്രിക്കാനാവില്ല. നിങ്ങളുടെ ശരീരമാകെ വേദന കൊണ്ട് പൊളയും. അതുകൊണ്ട് 24 മണിക്കൂറിനകം അയച്ച കാര്യം സാധിച്ച് മര്യാദയ്ക്ക് ഇവിടെ തിരിച്ചു വന്നോളാം. ദ്രോണ, സൂക്ഷിച്ച്.
Yes. Okay. ഇത് ഡേഞ്ചറസ് ഏരിയയാണ്. ഇവിടെ നല്ല ശ്രദ്ധ ഉണ്ടാകണം. യെസ് സർ. സ്റ്റോപ്പ്. ഈ മുറിയിൽ ലേസർ സംവിധാനമുണ്ട്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം. ഓക്കെ? ഹെഡ് ഡൗൺ. ലെഫ്റ്റ് സൈഡിലേക്ക് ഹെഡ് ഡൗൺ ചെയ്യും. ഡൗൺ. യാ. Jump. Oh. Maria, 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 Maria. ട്രാൻസ്ഫോമർ തകർക്കാം. നേടിയിരിക്കുന്നു. ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു മാമാ. എന്റെ ആഗ്രഹം സഫലമായി മാമാ. ഡാനി, ഞാൻ നേടിക്കഴിഞ്ഞടാ. നേടിക്കഴിഞ്ഞു. നിന്റെ സ്വപ്നം സഫലീകരിച്ചു. പറയേ, നിനക്ക് എന്താ വേണ്ടത്? വിട്ടയക്കണം. ഞങ്ങളെ എല്ലാവരെയും വിട്ടയക്കണം. സംശയം എന്തിന്? ഞാനതിനൊരുക്കമാണ്. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എല്ലാവരെയും വിട്ടയക്കുന്നു മാത്രമല്ല, മദ്യവും മകളെയും കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിരുന്നൊരുക്കിയിരിക്കുകയാണ്. എൻജോയ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സർക്കാർ? കള്ളത്തരം കാണിക്കുന്നതിന് നീ ഒരു കള്ളപ്രമാണം പറയുകയാണെന്നല്ലാതെ നീ അവരെ യഥാർത്ഥത്തിൽ വിട്ടയക്കാൻ തീരുമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യ, ആവശ്യമുള്ളപ്പോൾ ഈസിയായിട്ട് പ്രാണനെടുക്കുന്ന നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ എന്തിനു വെച്ചോണ്ടിരിക്കണം? ഇതാണോ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവരെ വിട്ടയക്കാനല്ല, അവരെ നമ്മുടെ കൂടെ നിർത്തി അവരുടെ കരുത്ത് ഉപയോഗിക്കാനാണ് എൻ്റെ ഐഡിയ. അവരതിന് തയ്യാറായില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അവരുടെ കഥ കഴിക്കും. വിട്ടയക്കാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് അവരെ കൂട്ടി പറന്ന് നമ്മൾ അവരെ കൊണ്ട് റോബറി ചെയ്യിക്കും. അതിന് അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ശവം പോലും പോവില്ല ഇവിടുന്ന്. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഹെലികോപ്റ്ററിൽ പുറപ്പെടുമ്പോൾ 6:05 ഈ ദ്വീപ് മുഴുവൻ ബ്ലാസ്റ്റ് ആകുന്ന വിധമാണ് പ്ലാൻ ചെയ്യുന്നത്. സമുദ്രമധ്യത്തിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഈ ദ്വീപ് നമ്മുടെ ബ്ലാസ്റ്റിങ്ങോടെ സമുദ്രത്തിലേക്ക് തന്നെ പതിക്കും. നമുക്ക് കാണാം.
ഇത്രയും വലിയ വഞ്ചനയോ? നമുക്ക് അവർ തട്ടിക്കളഞ്ഞാലോ? എടാ അതിന്റെ ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളെ 3 പേരെ അവർ കൊല്ലില്ല. നമുക്ക് അവരുടെ കൂടെ കൂടാം. ആ സർക്കാരിന് നമ്മളെ ആവശ്യമുണ്ടടാ. എന്താ നീ പറയുന്നത്? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വിട്ടിട്ട് പോണെന്നാ? നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? രക്ഷിക്കണം. എവിടെ നിന്നോ ഇവിടെ വന്ന് സഹോദരന്മാരായി വളർന്നവരാ നമ്മൾ കാരണം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അവർ നമ്മളെ ദൈവമായിട്ട് കരുതുകയാണ്. അതേടാ, നമുക്ക് അവരെ രക്ഷിക്കണം. ഏത് നെക്ലസിന് വേണ്ടി നമ്മളെ അവരോട് കൊണ്ടുവന്നോ നമ്മളത് കൈക്കലാക്കണം. അവരെ കബളിപ്പിച്ച് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ഉള്ളവരെക്കുറിച്ച് നീ ആലോചിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സർക്കാരിൻ്റെ ആളുകൾ ആടിപ്പാടി രസിക്കുകയായിരിക്കും. ആ നേരത്ത് നീ നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തി കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്താണ് ആലോചിക്കുന്നത് ബോസ്? 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ ഈ ദ്വീപ് ബ്ലാസ്റ്റ് ആവുമെന്നറിയാലോ. ഞാൻ പോയി അത് 5 മണിക്ക് പൊട്ടുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്യാം. വിചാരിച്ചതിലും നേരത്തെ ബോംബ് പൊട്ടുമ്പോൾ അതൊരു ഷോക്കായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അങ്ങും ഇങ്ങും പരക്കം പായും. നമ്മൾ സേഫായി പുറത്തു പോകും വരെ ആഭരണങ്ങളൊന്നും ഇവിടെ വെക്കണ്ട. നീ പെട്ടെന്ന് അതെടുത്തുകൊണ്ട് പോയി വേറെ ഏതെങ്കിലും ദ്വീപിൽ വെക്ക്. നന്ദി കെട്ട കഴിവേറി ഭയ്യെ പറ്റിക്കാൻ നോക്കുന്നോ? എവിടെടാ നെക്ലസ്? നീ എത്ര ആലോചിച്ചിട്ട് എനിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും തെറ്റ് സംഭവിച്ചേക്ക്. പറയടാ, ആഭരണങ്ങൾ എവിടെ? ബോസ് ബോസ് പ്ലീസ്. ആഭരണങ്ങൾ എവിടെയെന്ന് പറ. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാടാ?
ദ്രോണ എന്റെ ജീവനായ നെക്ലസ് നീ തട്ടിയെടുത്തില്ലേ? അതെവിടെയാടാ? ഈ ദ്വീപിൻ്റെ ബ്ലാസ്റ്റിംഗ് 6-5 സെറ്റ് ചെയ്ത് വെച്ചിരുന്നതല്ലേ നീ? ഞാനത് 5 മണിയിലേക്ക് മാറ്റി. ഞങ്ങളുടെ കൂടെ നീയും ചാകാൻ പോകുവാടാ. കഴിയാവുന്ന അത്രയും പേരെ രക്ഷപ്പെടുത്തി ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചു. ബോസിനെ ഹോസ്പിറ്റലിലും എത്തിച്ചു. അവൻ കോമയിലാണ്. അവന് ബോധം വീണ് ആ ആഭരണങ്ങൾ എവിടെയുണ്ടെന്നറിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിൽ ഏൽപ്പിച്ച് ശിക്ഷ കഴിഞ്ഞ് നിങ്ങളെ നേരിൽ കണ്ട് എല്ലാം തുറന്നു പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ആഭരണങ്ങൾ കവർ ചെയ്തത് അവരെ ഭയന്നിട്ടല്ല, എൻ്റെ കൂടെയുള്ളവരുടെ മോചനത്തിനാ. മകന് പ്രശസ്തി കിട്ടുന്നത് അച്ഛൻ അഭിമാനം തന്നെയാ. ഇവിടെ നിന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ടടാ. മിസ്റ്റർ മനോഹർ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് ബോധമുണ്ടോ? നൈസാൻ കവർച്ച നടത്തിയത് താനാണെന്ന് മകൻ സമ്മതിച്ചതല്ലേ? അവനെ ചോദ്യം ചെയ്ത് സത്യം പറയിക്കാൻ ശ്രമിക്കാതെ ഏതോ VIP കൊടുക്കുന്ന പോലെ സെക്യൂരിറ്റി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? ആഭരണത്തെക്കുറിച്ച് ദ്രോണയ്ക്ക് അറിയാമെന്നാണ് ആ റോബർ ഗ്യാങ്ങിന്റെ വിശ്വാസം. അതുകൊണ്ട് ആഭരണങ്ങൾക്ക് വേണ്ടി ആ ഗ്യാങ്ങിന്റെ ലീഡർ സർക്കാരിൽ നിന്ന് ദ്രോണയ്ക്ക് അപകടം ഉണ്ടാവും. നോക്കൂ, നിങ്ങൾ ഒരു സിൻസിയർ ഓഫീസറാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ മകനോടുള്ള വാത്സല്യം കൊണ്ട് നിങ്ങൾ അന്ധനായിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ട് അവൻ രക്ഷപ്പെടാൻ ഇടയാക്കരുത്. കിഡ്നാപ്പിന്റെ പിന്നിൽ ആരാണെന്നുള്ളതിന് വല്ല അനുമാനമുണ്ടോ? അനുമാനമല്ല, എനിക്ക് ഉറപ്പാണുള്ളത്. ഇതിന് പിന്നിൽ ആ പെരുങ്കളൻ സർക്കാരിന്റെ കൈകളാണ്. ഡിപ്പാർട്ട്മെന്റിന് സഹായം ഉണ്ടായിട്ടില്ലേ? എന്റെ ഡിപ്പാർട്ട്മെന്റിന് സഹായം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അപമാനമാണ് ഉണ്ടായത്. പക്ഷേ ഞാനൊരു സിൻസിയർ ഓഫീസർ മാത്രമല്ല, ഒരു അച്ഛനും കൂടിയാണ്. എന്റെ മകനെ ആരുടെയും സഹായം കൂടാതെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നടന്ന കിഡ്നാപ്പ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് അന്വേഷണ ചുമതല നിർവഹിക്കുന്ന SP മനോഹർ തികഞ്ഞ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ക്യാമറാമാൻ രമണനോടൊപ്പം എസ് ലത, TV5. ഇതിന് പിന്നിൽ ആ പെരുങ്കളൻ സർക്കാരിന്റെ കൈകളാണ്. നീ മാമാ 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 ഞാൻ ആഗ്രഹിച്ചത് മൊത്തത്തിൽ സാധിച്ചു കിട്ടി. ഇനി നമുക്ക് എല്ലാവർക്കും ഉടനെ രക്ഷപ്പെടണം. പോവാൻ കൈ കാശ് വല്ലതും വേണ്ടേ? അയ്യേ മാമ, ആ ആഭരണങ്ങളിൽ ഒരെണ്ണം വിറ്റാ പോരെ? തലമുറകൾക്ക് കഴിഞ്ഞുകൂടാനുള്ള കോടിക്കണക്കിന് പണം കിട്ടില്ല നമുക്ക്. ആരടാഭരണം എവിടെ വെക്കാൻ? ആഭരണങ്ങൾ എവിടെയുണ്ടെന്ന് ദ്രോണ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് എവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലെന്ന്. എങ്ങനെ അറിയാനാ മാമ? നമ്മൾ കിഡ്നാപ്പ് ചെയ്തപ്പോ അവന് ഷോക്കായില്ലേ? മൈൻഡ് ബ്ലോക്കായി പോയില്ലേ? നമ്മൾ ചെയ്യാതെ തന്നെ ബ്ലോക്കായി പോയി. നിങ്ങൾ എന്താണ് മാമ ഈ പറയുന്നത്? ദ്രോണയെ കിട്ടിയില്ല സർക്കാർ. ദ്രോണയെ കിട്ടിയില്ലെന്നോ? എന്ത് കോമഡിയാ മാമ ഈ പറയുന്നത്? എല്ലാ ചാനലിലും ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ദ്രോണ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടുവെന്ന്. ഇല്ല സർക്കാർ, ദ്രോണയെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ TV-കാര് കെട്ടുകഥകളുണ്ടാക്കി പ്രചരിപ്പിച്ചെന്നാണോ പറഞ്ഞു വരുന്നത്? അവര് പറഞ്ഞത് സത്യവാ. ദ്രോണയെ കിഡ്നാപ്പ് ചെയ്തു. പിന്നെ എവിടെ അവൻ? നമ്മുടെ കയ്യിലില്ല. രക്ഷപ്പെട്ടോ അവൻ? നമുക്ക് അവനെ കിട്ടിയില്ല. അപ്പോ കിഡ്നാപ്പ് നടന്നില്ലെന്നാണോ? കിഡ്നാപ്പ് ചെയ്തത് ശരിയാ. നമ്മുടെ ആളുകളെ അവിടെ അയച്ചത് അവനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ? അവരെ അയച്ചത് ശരിയാ, അവര് പോയതും അതിനാ. മാമ, അത് തന്നെയല്ലേ നമ്മൾ ഈ TV-യിൽ കണ്ടത്? ആ കിഡ്നാപ്പ് നടന്നു എന്നല്ലേ അവരും പറയുന്നത്. എങ്കിൽ
അവര് പറയുന്നത് കള്ളമാണെന്നാണോ? അവര് പറയുന്നത് സത്യമാണ് സർക്കാർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന അബദ്ധമാണോ? ഓ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സത്യത്തിൽ കിഡ്നാപ്പ് നടന്നില്ല. പിന്നെന്താ അവര് നടന്നു പറയുന്നത്? അവര് പറഞ്ഞത് ശരിയാ. നമ്മുടെ ആളുകൾ ചെയ്തില്ലെന്ന് പറയുന്നത് അതും ശരിയാ. നമ്മുടെ ആളുകൾ ചെയ്യാത്തപ്പോ അവര് പറയുന്നത് എങ്ങനെ കറക്റ്റ് ആവും? അത് കിഡ്നാപ്പ് നടന്നതുകൊണ്ട് ദ്രോണയെ കിട്ടിയില്ലേ? ഇല്ല, സത്യമായിട്ടും ദ്രോണയെ കിട്ടിയില്ല സർക്കാർ. പിന്നെ എങ്ങനെ ടി വിക്കാരെ കിട്ടിയെന്ന് പറയുന്നത്? ഈ കിഴങ്ങനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നീയോ കൺഫ്യൂഷനായി. ഇനി എന്നെ അങ്ങനെ ആക്കരുത്. നമ്മുടെ ആളുകൾ ദ്രോണയെ കിഡ്നാപ്പ് ചെയ്യാൻ പോയി, അത് സത്യമാണ്. ദ്രോണ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു, അതും സത്യമാണ്. എന്നാൽ പിന്നെ പണ്ടാറടങ്ങാൻ ഈ കഴിവുകളുണ്ട്, കാലി എറിഞ്ഞു പൊട്ടിക്കുന്ന നമ്മുടെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്യാൻ പോയി. എന്നാൽ അപ്പോഴേക്കും ദ്രോണ കിഡ്നാപ്പായി പോയിരുന്നു. അപ്പോ വേറെ ആരും കിഡ്നാപ്പ് ചെയ്തെന്നാ? ഓ എന്റെ മോനെ, നിനക്ക് ഈ ജന്മത്ത് മനസ്സിലാവും തോന്നുന്നില്ല. ആ SP മനോഹർ കിഡ്നാപ്പ് ചെയ്തത് നമ്മളാണെന്ന് TV-യിൽ പറഞ്ഞല്ലോ. പോലീസ് നമ്മളെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ആ, കിഡ്നാപ്പ് ചെയ്തത് നമ്മളല്ലെന്ന് ആ മനോഹറിന് നമുക്കൊരു മെസ്സേജ് അയച്ചാലോ? നമ്മൾ അറിയിച്ചില്ലെങ്കിലും അയാൾക്കറിയില്ലേ? അപ്പോ അതും അയാൾക്ക് അറിയാം അല്ലേ? നമ്മൾ ചെയ്യിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആരാ ചെയ്യിച്ചതെന്ന് കൂടി അയാൾക്കറിയാം. അതാണ് സത്യം. നീ ആഹാരം കഴിക്കേ. നീ ആഹാരം കഴിക്കാതെ നിന്റെ അമ്മ എനിക്ക് ആഹാരം തരില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന സിദ്ധാന്തം മാറ്റിവെച്ചിട്ട് എൻ്റെ മകൻ നിരപരാധിയാണെന്ന് തെളിയിക്കുവാനുള്ള അവസരം തന്നു. തിന്മ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് തിന്മയ്ക്കെതിരെ തിന്മ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഒരു പുതിയ പാഠം എൻ്റെ മകൻ പഠിപ്പിച്ചു തന്നു. ഇപ്പം കൂടെ ഞാൻ സഹായം ചെയ്തു തരുന്നത് ഒരു അച്ഛനായിട്ടല്ല, ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. എന്താ മോളെ, ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നിടം വരെ എത്തിയോ? പ്രയോജനം എന്താ? ആന്റി എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി നമ്മളെന്തിനാ? അവള് തന്നെ ഭക്ഷണം വിളമ്പി കൊടുത്തോളും. വാ, നമുക്ക് പോകാം. ഇനി അമ്മയുടെ ഫുഡല്ല, ഇവളുടെ ഫുഡാണ് നിനക്ക് വേണ്ടത്. വിളമ്പട്ടെ? അതിനല്ലേ അവർ വെളിയിൽ പോയത്. വിളമ്പിത്തരാം. അതിനു മുമ്പ് ഒരു മുത്തം. ഇങ്ങടുത്ത് വന്നേ. You're my love, you're my heart, you're my everything. You are say Vana, Vana Vana, I Vana, Vana Vana. வெண்ணிலா மாறி மாறி வெண்ணனை மாறில் வெயிலை குளிரல மாட்டான் ஒன்னுவா மைனா. ഞാൻ എടുക്കും ഞാൻ കുടിക്കും ഈ അടിമുടി സുരവില ചാരുതകൾ. Love me, daily, daily, lovely, lovely da. Kill me, daily, daily, really, really da. வெண்ணிலா மாறி மாறி வெண்ணனை மாறில் வெயிலை குளிரல மாட்டான் ஒன்னுவா மைனா. മാനത്തുള്ളൊരു മട്ടുപ്പാവിൽ മണിയറ തീർക്കാമോ, നമ്മുടെ മധുവിത് കൂടാമോ? മനസ്സിനുള്ളിലെ മാടപ്രാവിന് മണിയടി നൽകാമോ, ദിനവും മധുരം പകരാമോ? ചിറകും ചിറകും ഒരുമിക്കൊണ്ട് പണിയും പണിയും അവസർഗങ്ങൾ. തുടരെ
അടിമുടി സുരഭില ചാരുതകൾ ആവശ്യമില്ലാതെ ആ ദ്രോണയെ ഇളക്കി നമ്മുടെ കുഴി നമ്മൾ തന്നെ തോണ്ടി സർക്കാർ. എന്തിനാ സർക്കാർ അവനെ അടിക്കുന്നത്? അവൻ പുറത്തു പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ ദ്രോണം നമ്മുടെ ഒരു രോമത്തെ പോലും തൊടില്ല മാമ. നിനക്ക് ഇതുവരെ രോമം പറിച്ചത് പോരെ മാമ? നിർത്ത്. ഡ്യൂട്ടിയിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരൻ നമ്മുടെ ശബ്ദം കേട്ടാ പിന്നെ നമ്മുടെ ജീവിതം ജിന്താത്ത. സർക്കാർ, നിന്റെ വെളുത്ത മുഖം കറുത്തുപോയി, എന്റെ കറുത്ത താടി വെളുത്തും പോയി. അതെ, ഇതൊക്കെയുണ്ടല്ലോ നമ്മൾ ആ ദ്രോണയെ ഇളക്കിയതിന്റെ എഫക്റ്റാ. നമ്മൾ അവന്റെ മേൽ ബോംബ് വെച്ചപ്പോ അത് പൊട്ടുന്ന സമയത്ത് ശരിക്കും അവൻ നമുക്ക് പണി തന്നിട്ടാ കടന്നു കളഞ്ഞത്. എന്തൊരു ഗതികേടാണിത് മാമ. അക്രമങ്ങൾ ചെയ്തപ്പോഴൊക്കെ നമ്മൾ ഈസിയായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാത്ത കിഡ്നാപ്പിനൊക്കെ നമ്മൾ പേടിച്ചോടേണ്ട അവസ്ഥയാണ്. ഈ കണ്ണുകുത്തി കളിയിൽ വീണ് നെക്ലസിന്റെ കാര്യം മറന്നുപോയി. സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? ആ ദ്രോണ ആഭരണങ്ങൾ കൊണ്ടുവന്നു, പിന്നെ അവൻ തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. സർവ്വതും കഴിഞ്ഞ് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ആഭരണങ്ങൾ അതവൻ എവിടെയോ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണെന്നല്ലാതെ ആഭരണക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ അതിനർത്ഥം? നമ്മുടെ അടുത്ത് നിന്ന് അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ് ആഭരണങ്ങൾ ഗവൺമെന്റിൽ ഏൽപ്പിക്കുവാനുള്ളവന്റെ പ്ലാനിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ബോസ്? അതെ, ബോസ്. മനസ്സിലായില്ലേ? പ്ലാൻ ദ്രോണയുടെ, എന്നാൽ ആഭരണം വെച്ചിരിക്കുന്നത് ബോസ്. വിക്രം പറഞ്ഞതല്ലേ? ബോസ് അവിടെ വെച്ച് ആ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചുപോയില്ലേ? അവൻ ചത്തിരുന്നെങ്കിൽ ഇവൻ ഇത്ര ധൈര്യത്തിൽ വീട്ടിലേക്ക് വരില്ലായിരുന്നു. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദ്രോൺ എത്രയും കാലം വെറുതെ ഇരുന്നത്? അതാലോചിക്കേണ്ടതാ. എന്നാ ബോസിന്റെ അവസ്ഥ ജീവൻ മരണങ്ങൾക്കിടയ്ക്കാണ്. പുറപ്പെട്. ഈ സിറ്റിയിലെ ഏത് ഹോസ്പിറ്റലിൽ അവനുണ്ടെങ്കിലും പിടിച്ച് കെട്ടിക്കൊണ്ടു വാ ഇങ്ങോട്ട്. എടാ, ഇതാ ന്യൂസിൽ കണ്ട പെണ്ണല്ലേ? ഗുഡ് മോർണിംഗ് സർ, ഐ എം ഇന്ദു. യെസ്, മോർണിംഗ്. നിങ്ങളെ കുറിച്ച് ദ്രോണ പറഞ്ഞിരുന്നു. ഡോക്ടർ, അയാൾക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ, അയാൾക്ക് ബോധം വീണു. വേഗം വരൂ. ഹായ് ബോസ്, എൻ്റെ പേര് ജോണി. നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഞാനാ. ഇപ്പൊ ആശ്വാസമില്ലേ? ഇത് ഇന്ദു, നിങ്ങളുടെ ഫ്രണ്ട് ദ്രോണയുടെ ഉഡ്ബി. ഒരു തവണ എനിക്ക് ദ്രോണയെ കാണാമല്ലോ. ഓഫ് കോഴ്സ്. ദ്രോണ, ഹായ്, ഞാൻ ഇന്ദുവാ. ബോസിന് ബോധം വന്നു. അതെയോ? അതെ, തന്നെ കാണുന്നു. വേഗം പുറപ്പെട്ടു വാ. വാ. അതെയോ? ഡോക്ടർ, റൗഡികളൊന്നും തന്നെ കെട്ടിയിട്ട് ബോസിനെ കടത്തിക്കൊണ്ടുപോയി. ദ്രോണ, ആരൊക്കെയോ ചിലർ വന്ന് ഡോക്ടറെ കെട്ടിട്ടിട്ട് ബോസിനെ കൊണ്ടുപോയി. നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എന്റെ പ്രാണം പോയാലും ഞാൻ പറയില്ല. എന്നാ ദ്രോണയുടെ പ്രാണനെടുത്താ നീ പറയില്ല? ദ്രോണയുടെ നിഴൽ പോലും നിങ്ങൾ തൊടില്ല. നീ കോമയിലായിരുന്നപ്പോ ചിലതൊക്കെ സംഭവിച്ചിരുന്നു ഇവിടെ. അവനെ തൊട്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ അവനെ കിഡ്നാപ്പും ചെയ്തു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാ ഇത് കണ്ടാ നീ വിശ്വസിക്കൂ? അനുമാനമല്ല, എനിക്ക് ഉറപ്പാണുള്ളത്. ഇതിന് പിന്നിൽ ആ പെരുങ്കളൻ സർക്കാരിന്റെ കയ്യിൽ. പറ, തട്ടിയാകട്ടെ. വേണ്ട, ദ്രോണയൊന്നും ചെയ്യരുത്. ആഭരണങ്ങളുണ്ടെന്ന് ഞാൻ പറയാം.
സർക്കാർ അവനെ വിടൂടെ. അയ്യോ അയ്യോ കാല് അയ്യോ എന്നെ തലല്ലേ. Come on. Arrest him. അവനോടൊപ്പം ഇവനെ അറസ്റ്റ് ചെയ്യണം സാർ. സാർ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തു. എന്നെ അവനെ ഒരു സെല്ലിലേ ഇടാൻ പാടുള്ളേ. എന്നെ വെട്ടിക്കാൻ നോക്കിയവനല്ലേ. നിനക്കിതല്ല ഇതിനപ്പുറം വരണം. ഗുരുഭക്തിയില്ലാത്തവനെ നടക്കണം. സാർ, ആ ആഭരണം ഒളിപ്പിച്ച് ഞാനാ. എൻ്റെ കൂടെ വരും, ഞാൻ കാണിച്ചു തരാം. ജോണ, അപ്പോഴേ നമ്മുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്തേ? അതെ. അങ്ങനെയാണെങ്കിലേ അവളെ അറസ്റ്റ് ചെയ്യണം. ഇവളെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇവന്റെ മനസ്സ് അവള് മോഷ്ടിച്ചേന്. ഓ.